ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ അനുഗ്രഹീത യോഗങ്ങളിൽ എനിക്കും ലഭിച്ച ക്ഷണത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. വിശുദ്ധ പൗലോസിന്റെ ഏറ്റവും സ്നേഹമേറിയ, ഏറ്റവും വാത്സല്യം നുകരുന്ന ലേഖനങ്ങളിൽ ഒന്നാണ് തിമോഥെയോസിന് എഴുതിയ 1-2 ലേഖനങ്ങൾ. പൗലോസിൻ്റെ രണ്ടാം മിഷണറി യാത്രയിൽ AD 51 ലുസ്ത്ര സ്വദേശിയായി അമ്മ യഹൂദ സ്ത്രീയും അപ്പൻ യവനനുമായി കണ്ടുമുട്ടിയ ഒരു ചെറിയ ബാലൻ പിൽക്കാലത്ത് പൗലോസിൻ്റെ സന്തത സഹചാരിയായി പൗലോസിൻ്റെ മരണദിനം വരെയും പൗലോസ് കാണുവാൻ ആഗ്രഹിച്ച പൗലോസിൻ്റെ നിജപുത്രനെന്ന് വിളിക്കപ്പെടുന്ന മനോഹരനായിരിക്കുന്ന ഒരു മനുഷ്യൻ പിൽക്കാലത്ത് എഫെസോസിലെ ദൈവസഭയുടെ അപ്പോസ്തലിക ശുശ്രൂഷയിൽ ഏൽക്കപ്പെട്ടു എന്നൊക്കെ ചരിത്രം പറയുന്നു. ഒടുവിൽ രക്തസാക്ഷിയായി വിശുദ്ധന്മാരോടൊപ്പം നിത്യതയുടെ തുറമുഖത്തേക്ക് യാത്രയായിരിക്കുന്ന മനുഷ്യൻ. മറ്റ് പൗലോസിൻ്റെ മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായി പലതിലും നമ്മെപ്പോലെ ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു തിമോഥെയോസ്. കാരണം തിമോഥെയോസിൻ്റെ അടുക്കൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ നിൻ്റെ അജീർണത നിമിത്തം എന്ന് പറയുന്നു. ആകയാൽ ഫിസിക്കലി ശാരീരികമായി ഒരു ശക്തനായിരുന്നില്ല തിമോഥെയോസ്, ഒരു ബലഹീനനായിരുന്നു. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ തീത്തോസ് ഭയങ്കര ശക്തനാണ്. സഭയെ കൃത്യമായി നിർത്തുവാൻ, സഭയിലുള്ള ഓരോരുത്തരെയും മനസ്സറിഞ്ഞ്, ഓരോരുത്തരുടെയും രീതിയും സ്വഭാവവും അറിഞ്ഞ് ഓരോരുത്തരെയും വരച്ച വരയിൽ നിർത്തുവാൻ കഴിയുന്ന മനുഷ്യനാണ് തീത്തോസ്. പക്ഷേ തിമോഥെയോസിനെ സംബന്ധിച്ച് തന്നെക്കാൾ പ്രബലരായിരിക്കുന്ന മനുഷ്യരെ, തന്നെക്കാൾ പ്രായമുള്ള മനുഷ്യരെ, അവരെയൊക്കെ വീണ്ടും വണ്ണം കൈകാര്യം ചെയ്യുവാനും അത്ര ശക്തനൊന്നുമല്ല തിമോഥെയോസ്. ഇങ്ങനെ സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ഈ തിമോഥെയോസിലുള്ള ഒരു പ്രത്യേക അനുഭവം എന്തെന്നാൽ, താൻ ഏത് നല്ല വ്യക്തിയുടെ കൂടെ സഞ്ചരിച്ചാലും ആ വ്യക്തിയിലെ നല്ല അംശം തന്നിലേക്ക് വ്യാപരിക്കുമായിരുന്നു. അമ്മയിലും വല്യമ്മയിലുമുള്ള വിശ്വാസം തന്നിലേക്ക് വ്യാപരിച്ചു. മൂപ്പന്മാർ തൻ്റെ മേൽ കൈവച്ചപ്പം ഒരു കൃപാവരം കിട്ടി. പൗലോസ് തൻ്റെ മേൽ കൈവച്ചപ്പോൾ കൃപാവരം കിട്ടി. അങ്ങനെ നന്മകളെയൊക്കെ തങ്ങളിലേക്ക് ആകർഷിച്ച് പിടിക്കുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു. ഞാൻ അതിലേക്ക് പൂർണ്ണമായി വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഈ തിമോഥെയോസിൻ്റെ അടുക്കൽ പൗലോസ് പറയുകയാണ്, ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ വരുവാൻ താമസിച്ചാലും നിൻ്റെ നടപ്പ് നല്ലതായിരിക്കണം. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ആ 16-ാം വാക്യം ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ ആ ദൈവഭക്തിയുടെ മർമ്മം താൻ പറയുവാൻ കാരണം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു. എന്നാൽ അവിടെ പറയുകയാണ്, ഒരു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ അടുക്കൽ ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ, താമസിച്ചു പോയാലോ, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിഞ്ഞിരിക്കേണ്ടതിന് ഇവിടെ പൗലോസ് ഒരാശങ്ക പങ്കുവയ്ക്കുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ ചേർത്ത് പറയാം, ഇന്ന് പൊതുവെ മാതാപിതാക്കളിലൊക്കെയുള്ള ആശങ്കയാണ്. പൗലോസ് പറയുകയാണ്, മോനെ ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരാം, പക്ഷെ ഞാൻ വരാതിരുന്നാലും നീ എങ്ങനെ നടക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പൻ കൂടെയുള്ളപ്പോൾ, അമ്മ കൂടെയുള്ളപ്പോൾ, പാസ്റ്ററുടെ കൺവെട്ടത്താകുമ്പോൾ, നമ്മുടെ പരിചിതരുള്ളതായിട്ടുള്ള ഗ്രാമങ്ങളിൽ, പരിചിത പട്ടണങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മളെ പിടിക്കുന്നതായിട്ടുള്ള ഒരു ഭയമുണ്ട്. എൻ്റെ മമ്മിയുടെ കൂട്ടുകാർ, എൻ്റെ പപ്പയുടെ കൂട്ടുകാർ, എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാർ, ഇവരൊക്കെ കാണുന്നിടമാണ്. ആകയാൽ ഞാനൊരല്പം ഒതുങ്ങി നടക്കണം. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകുമ്പോൾ, മാനുഷിക നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഭയം നമ്മളിൽ നിന്ന് നഷ്ടമാകുക. ഇതുപോലെ പൗലോസ് തിമോഥെയോസിൻ്റെ അടുക്കൽ പറയുകയാണ്, ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരണമെന്ന് ആശിക്കുന്നു, പക്ഷേ ഞാൻ വരാൻ താമസിച്ചു പോയതുകൊണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഇല്ലെന്ന് കണ്ട്, ഞാൻ നിന്നോടൊപ്പം കൈപിടിക്കുന്നില്ലെന്ന് കണ്ട്, നിൻ്റെ വഴി തെറ്റരുത്, നിൻ്റെ നടപ്പ് തെറ്റരുത്,
നിൽക്കരുത്. അതിന് തക്കവണ്ണം ഞാൻ നിന്നോട് പറയാം, ഞാൻ താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നീ നടക്കേണ്ടത്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ സഭയെക്കുറിച്ച് മനോഹരമായ ഒരു ദർശനം താൻ പറയുകയാണ്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായിരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. അപ്പൊ സത്യം നിൽക്കുന്നത്, സത്യം എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ? സഭയ്ക്കകത്താണ് നിൽക്കുന്നത്. സത്യത്തെ നിലനിർത്തുന്നത് ആരാണെന്നറിയാമോ? അതും സഭയാണ് നിലനിർത്തുന്നത്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായിരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. സത്യത്തിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ, അടിസ്ഥാനം ഒരു കെട്ടിടത്തെ നിലനിർത്തുന്നതാണ്. തൂണ് അതിൻ്റെ മേൽക്കൂരയെ നിലനിർത്തുന്നതാണ്. അടിസ്ഥാനമെന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് വാളിനെ, ഭിത്തിയെ നിലനിർത്തുന്നതാണ്. എന്നാൽ തൂണ് എന്ന് പറയുന്നത് അതിൻ്റെ മേൽക്കൂരയെ നിർത്തുന്നതാണ്. അപ്പോൾ പറയുകയാണ്, സത്യത്തിൻ്റെ സൈഡ് വാള് നിൽക്കണമെങ്കിലോ, സത്യത്തിൻ്റെ മേൽക്കൂര നിൽക്കണമെങ്കിലോ ഈ സത്യത്തെ പിടിച്ചു നിർത്തുന്നത് ദൈവസഭയാണ്. ഇന്ന് രാത്രികാലം ദൈവസഭയുടെ അടുക്കൽ ഞാൻ പറയട്ടെ, നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. എന്താണ് നമ്മുടെ ദൗത്യമെന്നറിയാമോ? സത്യം നിലനിൽക്കണമെങ്കിൽ ദേശത്ത് സഭ ഉണ്ടായിരിക്കണം. ആമേൻ. ദൈവസഭയെ ദൈവം ദേശത്ത് കണ്ടെത്തിയിരിക്കുന്നത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായിട്ടാണ്. ഫോഷ്കിൻ്റെ വ്യാപാരം, ഫോഷ്കിൻ്റെ അപ്പനായ പിശാച് നാടെങ്ങും വ്യാപരിപ്പിക്കുമ്പോൾ സ്തോത്ര സത്യം നിലനിൽക്കുന്നത് ദൈവസഭയ്ക്കകത്താണ്. ഇന്ന് രാത്രികാലം അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ, സത്യമെന്ന് പറയുമ്പോൾ സ്തോത്രം അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. സത്യമെന്ന് പറയുമ്പോൾ ഒന്ന്, അത് അന്തരംഗത്തിലെ സത്യമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പരമാർത്ഥത. ദേശത്തിൽ പരമാർത്ഥത ഉണ്ടാകണമെങ്കിൽ സഭ ഇടിവിൽ നിൽക്കണം. ഈ 21 ദിവസം ദൈവസഭ ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ കയറുമ്പോൾ കേവലം ക്ഷണികമായ ഭൗമിക നന്മകളിലോ അനുഗ്രഹങ്ങളിലോ അല്ല, ദേശത്തിൽ പരമാർത്ഥത നിലനിൽക്കേണ്ടതിന്, വഞ്ചനയും ചതിയും ദേശത്ത് നിന്ന് വിട്ടുമാറേണ്ടതിന്, കുടുംബ ബന്ധങ്ങൾക്കകത്ത് വിശ്വസ്തതയുണ്ടാകണം. ആമേൻ. സാമ്പത്തിക ഇടപാടുകളിൽ വിശ്വസ്തതയുണ്ടാകണം. കള്ളവും ചതിയും ദേശത്ത് നിന്ന് വിട്ടുമാറണം. അതിന് ദൈവത്തിൻ്റെ സഭ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിൽ സത്യത്തെ കൊണ്ടുവരുവാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഉലകത്തിൽ സത്യത്തെ കൊണ്ടുവരുവാൻ വിശുദ്ധ തിരുവെഴുത്തിനും സുവിശേഷത്തിനും ദൈവസഭയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ സമാധാനത്തെ കൊണ്ടുവരുവാൻ. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ചില മാസങ്ങളൊക്കെ കേരളം കലാപകലുഷിതമായിരുന്നു. ആമേൻ. പെറ്റുവളർത്തിയ അമ്മയെ ഇടിച്ചും കഴുത്തു ഞെരിച്ചും കൊന്നുകളയുന്ന കുഞ്ഞുങ്ങൾ, അപ്പനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്ന കുഞ്ഞുങ്ങൾ, ഇതിൻ്റെയൊക്കെ കാരണമന്വേഷിച്ച് സാംസ്കാരിക കേരളം എത്തിപ്പെട്ടത് അവർ തന്നെ പടുത്തുവിട്ടതായിട്ടുള്ള സിനിമാ വ്യവസായത്തിനകത്താണ്. ഇപ്പോഴും കേരളം നിന്ന് കത്തുകയാണ്. ക്രിസ്ത്യാനിയെ ആക്ഷേപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ ആക്ഷേപിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയുടെ കുരിശ് തലകീഴായി താഴെ വീഴുന്നത്, ആ കുരിശ് തകർന്നടിഞ്ഞ് ലൂസിഫറിൻ്റെ എല്ലായി മാറുമെന്നും വാദിച്ചുകൊണ്ട് ദൈവമക്കൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളിടത്ത്, വചനമെന്നുള്ളിടത്തല്ല നാമമും ദൈവമെന്നുള്ളിടത്തല്ല ലൂസിഫർ എന്നും ചേർത്ത് ക്രൈസ്തവതയെയും വചനത്തെയും പുച്ഛിച്ച് പരിഹസിച്ചുകൊണ്ട് ഒരു സംഗതി ഇറങ്ങി. സ്തോത്ര. ഇറാഖിൽ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുന്ന കാലത്ത് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പട്ടണത്തിൽ തകർന്നു വീണ ഒരു പള്ളിക്കകത്ത് നിന്ന് ലൂസിഫറിൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നതായിട്ടുള്ള ചലച്ചിത്രങ്ങൾ ഉണ്ടായി. പക്ഷേ ആ ചലച്ചിത്രം കേരളത്തിൻ്റെ മണ്ണിൽ സമാധാനമുണ്ടാക്കിയില്ല. ഞാൻ പറയട്ടെ, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും സമാധാനമാണ്. വ്യാജത്തിൻ്റെ മൂർത്തിഭാവങ്ങളുമായി, സ്തോത്ര, ദോഷത്തിൻ്റെ പെരുമ്പറ മുഴക്കങ്ങളുമായി കലാ സാംസ്കാരിക രംഗങ്ങൾ പൈശാചിക കൈപ്പിടിയിൽ ഒതുങ്ങുമ്പോൾ അതിനകത്തു തന്നെ നേരും നിർമ്മലതയുമുള്ളവർ അരങ്ങൊഴിയുമ്പോൾ, കളമൊഴിയുമ്പോൾ, ദൈവസഭ പ്രാർത്ഥന മുറിക്കകത്ത് കയറുമ്പോൾ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും ദൈവസഭയ്ക്കകത്താണ്. സഭ വീക്കായാൽ, സഭ ബലഹീനപ്പെട്ടാൽ ദേശത്ത് സത്യം കെട്ടുപോകാം. ഇന്ന് പകൽക്കാലം, ഇന്ന് സന്ധ്യാവേളയിൽ ഒരു നിമിഷം കരമടിച്ച് അന്യഭാഷകളിൽ ആരാധിച്ച് ആത്മാവിൽ ശക്തിപ്പെട്ട് സഭ കയറി വരട്ടെ. ഞങ്ങൾ അടിസ്ഥാനപ്പെട്ടവരോ ഉറപ്പുള്ളവരുമായി നിൽക്കുക. ദേശത്ത് ദൈവസഭയ്ക്ക്
ദേശത്ത് ദൈവസഭയ്ക്ക് ഒരു ദൗത്യമുണ്ട്. അത് സത്യത്തെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണമുള്ളതാണ്. അത് സത്യത്തെ ഉയർത്തി നിൽക്കുവാൻ തക്കമുള്ളതാണ്. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, പുരാതന ക്രൈസ്തവർ, പാരമ്പര്യ ക്രൈസ്തവർ ദൈവത്തെ ആരാധിച്ചിരുന്നത് എൻ്റെ തമ്പുരാനേ എന്ന് വിളിച്ചാണ്. എന്നാൽ തമ്പുരാൻ എന്നുള്ള പദപ്രയോഗത്തിൻ്റെ താമാറ്റി യജമാനൻ്റെ ഏയും കൂടെ ചേർത്ത്, യജമാനനും തമ്പുരാനും കൂടെ ചേർത്ത് എമ്പുരാൻ എന്ന പദപ്രയോഗത്തിൽ ദൈവത്തെ അവഹേളിച്ച് അതിനടുത്തതായി മരണദൂതൻ എന്ന് വിളിപ്പേരുള്ള അസറായേലിനെ മൂന്നാമത്തെ ഭാഗമായി ചിത്രീകരിക്കുമെന്ന് പൈശാചിക തേർവാഴ്ചയുടെ കൊടുമുടിയിൽ നിന്ന് ക്രൈസ്തവതയെ, ദൈവജനത്തെ വെല്ലുവിളിച്ചപ്പോൾ ഒരു പള്ളിയിലച്ഛനും അതിൻ്റെ വാല് പിടിച്ചില്ല, ഒരു പാസ്റ്ററും അതിൻ്റെ വാല് പിടിച്ചില്ല. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം, ഞങ്ങൾ അതിനെ അനുഗമിച്ച് ഞങ്ങൾ വാല് പിടിച്ച് യുദ്ധം ചെയ്യേണ്ടതല്ല. സ്തോത്ര. എന്നാൽ ധൈര്യത്തോടു കൂടി പറയട്ടെ, ഞങ്ങൾ ദൈവമക്കൾ മൗനമായിരിക്കുമ്പോൾ, ഞങ്ങൾ ദൈവമക്കൾ കൊടി പിടിക്കാതെ നിൽക്കുമ്പോൾ, നമ്മൾ ദൈവമക്കൾ സമരപന്തലുകൾ കെട്ടാതെ നിൽക്കുമ്പോൾ, നമ്മൾ ദൈവമക്കൾ കൊടിതോരണങ്ങളുമായി വഴികളിൽ, തെരുവുകളിൽ ഇറങ്ങി കലാപമുണ്ടാകാതിരിക്കുമ്പോൾ, നമ്മൾ ദൈവമക്കൾ ഒരു സിനിമാ സംവിധായകന്റെയും നടന്റെയും കോലം കത്തിക്കാതിരിക്കുമ്പോൾ, സ്തോത്ര, അത് നമ്മുടെ മാർഗമല്ല, അത് നമ്മുടെ ഉപദേശമല്ല, അത് നമ്മുടെ രീതിയല്ല, അത് നമ്മുടെ നാഥൻ പഠിപ്പിച്ചിട്ടുള്ളതുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തോടും രക്തത്തോടുമല്ല, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വ്യാപരിക്കുന്ന വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിൻ്റെ ദുരാത്മസേനകളോടുമാണ്. പ്രാർത്ഥനാ മുറിയിൽ ദൈവജനം കയറുമ്പോൾ, ഉപവാസത്തിൻ്റെ മറവിടങ്ങളിൽ ദൈവസഭ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മനുഷ്യനെതിരെയല്ല, ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി കേരളത്തിൻ്റെ മണ്ണിൽ ചുട്ടഴിയുന്നത്, കേരളത്തിൻ്റെ മണ്ണിൽ നാശകോലമാകുന്നത്, കേരളത്തിൻ്റെ മണ്ണിൽ ഈ പൈശാചിക കൂട്ടുകെട്ടുകളോ ഈ പൈശാചിക മണ്ഡലങ്ങളോ അരങ്ങൊഴിയുന്നത്, ലജ്ജിച്ച് തലതാഴ്ത്തുന്നത് കാണുമെന്നുള്ളതാണ് പ്രത്യാശ. അപ്പൊ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും ഏതാണ്? അത് ദൈവത്തിന്റെ സഭയാണ്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ദൈവസഭയുടെ. അവിടെ പറയുകയാണ്, ഞാൻ വരുവാൻ താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭ. അപ്പോൾ ദൈവസഭയ്ക്ക് എന്തുണ്ട്? ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് ദൈവസഭയ്ക്ക്. എന്നാൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് മാത്രമല്ല ദൈവസഭയ്ക്കുള്ളത്. അടുത്തതായി പറയുകയാണ്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം എന്ന് പറയുകയാണ്. ടെമ്പിൾ ഓഫ് ഗോഡ്. അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ല, അതൊരു ഡിവൈൻ റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവസഭ എന്താണെന്ന് അറിയാമോ? ജീവനുള്ള ദൈവത്തിന്റെ ദൈവാലയം എന്നാണ് പറയുന്നത്. സഭ ദൈവത്തിന്റെ ആലയമാണ്. അതരം തുറന്നെന്ന് പറഞ്ഞ്, സഭ ദൈവത്തിന്റെ ആലയമാണ്. സഭ ദൈവത്തിന്റെ ആലയമാണ്. സ്തോത്ര. സമാഗമന കൂടാരത്തിൽ 12 മൂടുശീലകൾ, അതിന് മീതെ തഹശുതോൽ കൊണ്ട് സ്തോത്ര 48 പലകകളോ നിവരെ നിൽക്കുന്ന പലകകൾക്കകത്ത് പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും നിറഞ്ഞു നിൽക്കുമ്പോൾ, കതിരമരം കൊണ്ട് പണിതുയർത്തിയ മനോഹരമായ സമാഗമന കൂടാരത്തിന്റെ അകത്തളത്തിൽ കെരൂബുകൾ നിവർന്നു നിൽക്കുന്ന കൃപാസനത്തിന് കീഴെ മന്നയിട്ട് വെച്ച പൊൻപാത്രമോ സ്തോത്രം കൽപ്പലകകളോ സ്തോത്ര നിയമപ്പെട്ടകത്തിനകത്ത് സ്തോത്രം ഇരിക്കുമ്പോൾ, അത് അഹരോന്റെ തളിർത്തവടിയും നിയമപ്പെട്ടകത്തിനകത്തിരിക്കുമ്പോൾ, ഇസ്രായേൽ അതിൻ്റെ മീതെ, ആ കൂടാരത്തിന് മീതെ വന്നു നിൽക്കുന്ന മേഘത്തെയോ രാത്രിയിൽ കത്തി നിൽക്കുന്ന അഗ്നിസ്തംഭത്തെയും കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ കൂടാരമാണ്, ഇത് മനുഷ്യരോടുകൂടെ ദൈവം വസിക്കുന്നുവെന്ന്. എന്നാൽ സമാഗമന കൂടാരത്തിന്റെ കാലത്തിനപ്പുറം 13 ആണ്ടുകൊണ്ട് യെരൂശലേമിന്റെ മണ്ണിൽ പണിതു തീർത്ത മനോഹരമായ യെരൂശലേമിന്റെ ദൈവാലയത്തിൽ ദൈവത്തിന്റെ മഹിമയിറങ്ങുന്നത് കണ്ട് ഇസ്രായേൽ, വരുവീൻ നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് കയറിപ്പോകാമെന്ന് പറഞ്ഞു. എന്നാൽ BC 600കളിൽ സ്തോത്ര ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ അതിനെ തല്ലിത്തകർത്ത് പിന്നെയും
1 നൂറ്റാണ്ടിന് ശേഷം യെരൂശലേമിൽ ദൈവാലയം പണിയപ്പെടുമ്പോൾ അവർ അത് ദൈവത്തിന്റെ ആലയം എന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു കാൽവറിയിൽ ഇറങ്ങി വന്ന് സ്തോത്രം തന്റെ ദേഹമെന്ന തിരശീല ചിന്തി മാനവരാശിക്ക് പുതുവഴി തുറക്കുമ്പോൾ എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിടുന്ന നട്ടുച്ച 12 മണിക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ ദൈവാലയത്തിന്റെ തിരശീല മേൽതൊട്ട് കീഴ്വരെ ചിന്തിപ്പോകുമ്പോൾ അവിടെ സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇല്ലില്ല, കൈപ്പണിയായതിൽ ഞാൻ ഇനിയും വസിക്കത്തില്ല, പകരം ഞാൻ വസിക്കുന്നത് ജീവനുള്ള ജനത്തിന്റെ ഹൃദയത്തിനകത്ത് വസിക്കും. ഇന്ന് ദൈവത്തിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് 2 തലങ്ങളിലാണ്. 1 കൊരിന്ത്യർ 3:16 6-ാം അധ്യായത്തും 19-ാം വാക്യത്തിലും പറയുകയാണ്, സ്തോത്ര, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമാണ്. ആമേൻ. കാരിയേഴ്സ് ഓഫ് ഹോളി ഗോസ്റ്റ്, ടെമ്പിൾ ഓഫ് ഗോഡ്. ഇന്ന് പകൽക്കാലം വലങ്കരം ഉയർത്തി ശക്തമായി പറഞ്ഞാട്ട്, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. I am the temple of God. I am the temple of God. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. എന്നാൽ അതിനപ്പുറമായ ഒരു കാഴ്ചപ്പാട് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന്റെ അടുക്കൽ പറയുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. അപ്പോൾ സഭയ്ക്കകത്ത് ആരുണ്ടെന്നാണ് പറയുന്നത്? സഭയ്ക്കകത്ത് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു വിഗ്രഹമില്ല. സഭയ്ക്കകത്ത് തിരശീല മാറ്റുമ്പോൾ വെളിപ്പെട്ട് വരുന്ന ഒരു അൾത്താരയുണ്ടെന്നോ അതിന്റെ മുമ്പിൽ ഒരു രൂപക്കൂടുണ്ടെന്നോ അല്ല പറയുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ സഭ അത് ദൈവത്തിന്റെ ആലയമാണ്. ഞാൻ അവരുടെ നടുവിൽ വസിക്കുകയോ ഞാൻ അവരുടെ നടുവിൽ നടകൊള്ളുകയും ചെയ്യോ. സ്തോത്ര. സഭയ്ക്കകത്ത് ദൈവം ഒരു രൂപക്കൂടിനകത്തിരിക്കുമെന്നല്ല പറഞ്ഞത്. ഞാൻ അവരുടെ നടുവിൽ വസിക്കുകയോ അവരുടെ നടുവിൽ നടകൊള്ളുകയും ചെയ്യോ. എൻ്റെ ദൈവം ഒരു രൂപക്കൂടിനകത്തിരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും മനോഹരമായ ഒരു രൂപക്കൂടുണ്ടാക്കി അതിനകത്ത് യേശുനാഥന്റെ ഏറ്റവും നല്ല ഒരു രൂപം വെച്ചേനെ. പക്ഷേ അവൻ രൂപക്കൂടിനകത്തിരിക്കാമെന്നല്ല വാഗ്ദത്തം ചെയ്തത്. ഞാൻ അവരുടെ നടുവിൽ വസിക്കുകയോ അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യോ. 2-3 പേർ എവിടെ കൂടുന്നോ അവരുടെ നടുവിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ദൈവം 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന ഉലയിൽ ചുട്ടുപഴിപ്പിച്ച പൊൻപാദങ്ങളോടുകൂടെ തലയും താടിയും ഹിമത്തോളം വെളുത്തവനായി മാറത്ത് പൊൻകച്ച കെട്ടി നിലയങ്കി ധരിച്ച തേജോമയനായ ക്രിസ്തു വിളിച്ചു പറഞ്ഞു, നീ അറിയണം 7 നിലവിളക്കുകൾ ദൈവത്തിന്റെ സഭയാണ്. ആ സഭയുടെ നടുവിൽ ഞാൻ നടകൊള്ളും. അപ്പൊ പൗലോസ് തിമോത്തിയോസിന്റെ അടുക്കൽ പറയുക, മകനെ തിമോത്തിയോസേ, നീ ഒരു കാര്യം അറിയണം. ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളപ്പോൾ തന്നെ ഒരു ഡിവൈൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നീ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ്. അപ്പോൾ തന്നെ നീ ആരാണ്? ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിക്കുന്ന, ദൈവത്തിന്റെ പ്രസൻസിനെ ക്യാരി ചെയ്യുന്ന, ദൈവത്തിന്റെ വാസസ്ഥലമാണ് ദൈവത്തിന്റെ സഭ. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. എന്നിട്ട് പറയുകയാണ്, അതിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ ഇത് എഴുതുന്നു. അപ്പോൾ പൗലോസ് പറയുക, തിമോത്തിയോസേ, നീ യഹൂദ്യ പാരമ്പര്യത്തിൽ ജനിച്ചവനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സാംസ്കാരികതയായ അറിവിൻ്റെ ഈറ്റില്ലമായ ഗ്രീക്കിൻ്റെ യവനൻ്റെ മകനാണ് നീ. പക്ഷെ യവനൻ്റെ തത്വജ്ഞാനം കൊണ്ടോ യഹൂദൻ്റെ പാരമ്പര്യം കൊണ്ടോ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കുവാൻ കഴിയത്തില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, തിമോത്തിയോസിൻ്റെ അമ്മ പാരമ്പര്യത്തിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന യഹൂദ്യ പാരമ്പര്യത്തിൽ ഉള്ളവനാണ്. തിമോത്തിയോസിന്റെ അപ്പൻ സ്തോത്ര ഏറ്റവും അറിവിൻ്റെ ഈറ്റില്ലമെന്ന് വിളിക്കപ്പെടുന്ന, തത്വജ്ഞാനത്തിൻ്റെ ഈറ്റില്ലമെന്ന് വിളിക്കപ്പെടുന്ന ഗ്രീക്കിൽ നിന്ന് എഴുന്നേറ്റ് വന്നവനാണ്. പക്ഷേ തത്വജ്ഞാനത്തിൻ്റെ യവന സംസ്കാരത്തിനോ പാരമ്പര്യത്തിൻ്റെ യഹൂദ സംസ്കാരത്തിനോ നിന്നെ ദൈവാലയത്തിൽ നടക്കാൻ പ്രാപ്തനാക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ ഒന്ന് പറയട്ടെ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. പാരമ്പര്യമല്ല ദൈവസഭയ്ക്കകത്ത് നടക്കുവാൻ
നമ്മളെ പ്രാപ്തരാക്കുന്നത്. അന്ത്യോക്യയിലെ പാരമ്പര്യമോ റോമിലെ പാരമ്പര്യമോ സ്തോത്ര മലങ്കരയുടെ പാരമ്പര്യമോ ഒരു പാരമ്പര്യവും നമ്മളെ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് നടത്തുവാൻ പ്രാപ്തരാക്കത്തില്ല. പകരം നമ്മളെ ദൈവത്തിൻ്റെ സഭയിൽ നടത്തുവാൻ പ്രാപ്തരാക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ പൗലോസ് പറയുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായ ദൈവാലയത്തിൽ നടക്കുവാൻ പാരമ്പര്യവും അറിവും പോരാ, അതിന് ഞാൻ നിനക്ക് ദൈവഭക്തിയുടെ മർമ്മം പറഞ്ഞു തരാ. സ്തോത്ര, ദൈവഭക്തിയുടെ മർമ്മം അറിയുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് നടക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞു, സ്തോത്രം, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഞാനിത് നിനക്ക് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കാണാതെ പഠിക്കണം. ദൈവഭക്തിയുടെ മർമ്മം 6 വിശേഷഗതമായിരിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്ര, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ദൈവഭക്തിയുടെ മർമ്മ എന്നപ്പോൾ ഇത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യ. സ്തോത്ര, ദൈവഭക്തിയുടെ മർമ്മം എന്താണ്? ഈ മർമ്മം എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പ്രാധാന്യമേറിയ 15 മർമ്മങ്ങളെ പറയുന്നുണ്ട്. ഞാനതിനെ ഒന്ന് തൊട്ടു പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് കടന്നു വരാം. അല്ലെങ്കിൽ ഈ മർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ആശങ്ക തോന്നിയേക്കാം. മർമ്മം എന്ന വേർഡിൻ്റെ ഇംഗ്ലീഷ് മീനിങ് മിസ്റ്ററി എന്നാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ രഹസ്യം എന്ന് നമുക്ക് പറയാം. രഹസ്യം, സീക്രട്ട്. എന്നാൽ സീക്രട്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ അഗാധമായി ഇരിക്കുന്ന ഒരു സംഗതിയാണ് മിസ്റ്ററി, അല്ലെങ്കിൽ സ്തോത്രം, നിഗൂഢമായിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ആഴമേറിയ ഒരു സംഗതിയാണ് മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മർമ്മം എന്ന് പറയുന്ന തിരുവെഴുത്തിൽ പ്രധാനമായി 15 മർമ്മങ്ങളെ കർത്താവായ യേശുവും അപ്പോസ്തലന്മാരും പഠിപ്പിക്കുന്നുണ്ട്. ഞാനവയെ ഒന്ന് അറിവിന് വേണ്ടി പറഞ്ഞു പോകാം. ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ഏറിയ പങ്കാൾക്കാർ വചനത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവരുമാണ്. ദൈവകൃപയുടെ ഒരു ശ്രേഷ്ഠമായ അനുഭവം വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 ലേഖനങ്ങളിലായി കൊരിന്ത്യരോട് 10 വിധമായ കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലെ ഒരു കൃപ മാത്രമാണ് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അതിലെ ഒരു കൃപ മാത്രമാണ്. 10 വൈവിധ്യമാർന്ന കൃപാതലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് താൻ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ലഭിച്ച കൃപയോ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കൃപയുടെ പ്രത്യേകത, നിങ്ങൾ വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്ന് സ്തോത്ര യാതൊരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ഒരു പ്രത്യേകത, വചനത്തിൽ അത് നമ്മളെ സമ്പന്നരാക്കുക, പരിജ്ഞാനത്തിൽ സമ്പന്നനാക്കുക. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നിനക്കൊരു വചനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, വചനവുമായി നിനക്കൊരു കണക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ലഭിച്ച കൃപയാണ്. അതാണ് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്. നിങ്ങൾ വിശേഷാൽ വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നോ, അത് നിങ്ങൾക്ക് ദൈവം നൽകിയ കൃപയാണ്. ഇന്ന് രാത്രികാല ദൈവം നമ്മുടെ കരങ്ങളിൽ നൽകിയ വചനത്തെ, ഇത് വായിപ്പാൻ നൽകിയ ഭാഗ്യത്തെ, ഇത് പഠിപ്പാൻ നൽകിയ ഭാഗ്യത്തെ, ഇത് ധ്യാനിപ്പാൻ നൽകിയ ഭാഗ്യത്തെ നോക്കിയിട്ട് ഇത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറയുന്നവർ ഒരു നിമിഷം അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അപ്പോൾ ദൈവവചനത്തിനകത്ത് പറയുന്ന മർമ്മങ്ങളുണ്ട്. ഈ മർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 15 മർമ്മം, ഞാൻ ശരവേഗത്തിലെ 15 മർമ്മങ്ങളെ പറഞ്ഞു പോകുക, അതല്ല എൻ്റെ പ്രസംഗ വിഷയം. ദൈവഭക്തിയുടെ മർമ്മത്തിലെ ഒരു ഭാഗം മാത്രമാണ്. 6 വിഷയങ്ങളിലെ 2ാമത്തെ ഭാഗമാണ് ആത്മാവിലെ നീതീകരണമാണ് ഇന്ന് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ 15 മർമ്മങ്ങളെ ഒന്ന് തൊട്ടുണർത്തി ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. 15 മർമ്മങ്ങൾ. അതിൽ 1ാമത്തെ മർമ്മം എന്ന് പറയുന്നത് സ്തോത്ര മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. മർക്കോസ് 4:11, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു മാർമിക വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ രാജ്യം ഒറ്റ വാക്കിനകത്ത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ഐഹികമായിരിക്കുന്ന ദൈവരാജ്യമുണ്ട്, ആത്മീകമായ ദൈവരാജ്യമുണ്ട്, നിത്യമായ ദൈവരാജ്യമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മാർമികമായ വിഷയമാണ്. എന്നിട്ട് യേശു കർത്താവ് ശിഷ്യഗണത്തോട് പറയുക,
പറയുകയാണ്, ആമേൻ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവ് ഒന്നാമതായി അവിടെ ഒരു മർമ്മത്തെ കുറിച്ച് പറയുകയാണ്, മിസ്റ്ററി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ മർമ്മ. അതാണ് ഒന്നാമത്തെ മർമ്മ. രണ്ടാമത്തെ മർമ്മത്തിലേക്ക് നാം പഠിക്കുമ്പോൾ റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്തോത്ര, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് തോന്നാതിരിക്കേണ്ടതിന് ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോൾ ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസ് എഴുതുമ്പോൾ വാസ്തവത്തിൽ സ്തോത്രം ഇസ്രായേലിന് വലിയൊരു തകർച്ച സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇസ്രായേലിനൊരു കാഠിന്യം വന്നിരിക്കുകയാണ്. എന്തായിരുന്നു ഇസ്രായേലിന്റെ കാഠിന്യം? ക്രിസ്തുവിനെ അവർ കൈക്കൊണ്ടില്ല. എന്നാൽ ഇസ്രായേലിന് ഒരു ഭ്രംശവും കാഠിന്യവും സംഭവിച്ചു. AD 136 വരെ ഇസ്രായേലിന് ഒരു രാഷ്ട്രമുണ്ടായിരുന്നു, ഒരു രാജാവല്ലാത്ത എല്ലാം അവനുണ്ടായിരുന്നു. ആലയമുണ്ടായിരുന്നു, പൗരോഹിത്യമുണ്ടായിരുന്നു, ന്യായപ്രമാണമുണ്ടായിരുന്നു, പരീശന്മാരുണ്ടായിരുന്നു, സ്തോത്ര, എരിവുകാരുണ്ടായിരുന്നു. അവനൊരു രാഷ്ട്രീയ ബലം അല്ലാതെ, അവനൊരു രാജാവില്ല എന്നല്ലാതെ അവനെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ കാലത്ത് അവൻ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല. എന്നാൽ AD 130കളിലേക്ക് കടന്നു വരുമ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ഇരുമ്പ് പല്ലുകൾക്കകത്ത് യെരൂശലേം ചതഞ്ഞരയപ്പെട്ടു. യെരൂശലേമിലെ ഓരോ യഹൂദന് ലോകത്തിൻ്റെ 5 വൻകരകളിലേക്ക് ചിതറപ്പെട്ടു. സ്തോത്രം. അതിനനന്തരം ഒട്ടോമൻ തുർക്കികളും അറബികളും സ്തോത്രം ബ്രിട്ടീഷുകാരും നാസികളും ഭീകര താണ്ഡവം അവൻ്റെ മേലാടി. ഹോളോകോസ്റ്റിനകത്ത് സ്തോത്രം ഗ്യാസ് ചേമ്പറുകൾക്കകത്ത് അവൻ വെന്തുരുകുവാൻ തുടങ്ങി. അവൻ്റെ കന്യകമാരായ പെൺകുട്ടികൾ വിവസ്ത്രരായി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങി. അവൻ്റെ യൗവനക്കാർ ക്രൂരമായി മരണത്തിന് വിധിക്കപ്പെടുവാൻ തുടങ്ങി. ലോകമെങ്ങും ചിതറിപ്പോയി. ഇന്നേക്കേതാണ്ട് 3/4 നൂറ്റാണ്ട് കാലം, ഒരു നൂറ്റാണ്ടിന് തൊട്ട് മുമ്പ്, ഒരു നൂറ്റാണ്ടോളം മുമ്പ് വരെ അവന് പാർക്കുവാൻ ഒരിടമില്ലാതെ അവൻ അലഞ്ഞു തിരിയുകയായിരുന്നു. അവസാനം അവൻ പിറന്ന മണ്ണിലേക്ക് അവൻ വില കൊടുത്താൽ പോലും അവന് ഭൂമി വാങ്ങാൻ കഴിയത്തില്ലെന്ന് ഒട്ടോമൻ തുർക്കികൾ അവനെതിരെ പ്രമേയം പാസാക്കി. എന്നാൽ നീണ്ട നാളത്തെ അവൻ്റെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും മുൻപാകെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ നിർവഹണത്തിനായിട്ട് ദൈവം അവനെ മടക്കിക്കൊണ്ടുവരുന്നു. എന്നാൽ ഇസ്രായേൽ ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് റോമാക്കാർ വിധി എഴുതി. ഇസ്രായേലിൻ്റെ മനോഹരമായ ദൈവാലയം നിന്ന് യെരൂശലേമിൻ്റെ മണ്ണവർ കലപ്പ കൊണ്ട് ഉഴുതുമറിച്ചിട്ട് യെരൂശലേമിലേക്ക് അവർ മടങ്ങി വരാതിരിക്കത്തക്കവണ്ണം അറബികളും ഒട്ടോമൻ തുർക്കികളും നിരന്തരം യുദ്ധം നടത്തിയിട്ട് ഇന്നും മിഡിൽ ഈസ്റ്റിലെ സകല പണവും സ്തോത്ര ലോകത്തിലെ സകല രാജ്യങ്ങളിൽ നിന്ന് പണത്തെ വലിച്ചെടുത്ത് ഭീകരവാദം കൊണ്ട് യുദ്ധായുധങ്ങൾ കൊണ്ട് യെരൂശലേമിൻ്റെ മണ്ണിൽ ഇസ്രായേലിനെ കാലു തൊടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നിരന്തരമായി തീവ്രവാദ യുദ്ധങ്ങൾ നടന്നിട്ട് എവിടെയോ യെരൂശലേമിൻ്റെ മണ്ണിൽ ഇസ്രായേലിയൻ ബലം പ്രാപിക്കുകയാണ്. അതിൻ്റെ കാരണം ഒരു മർമ്മമാണ്. റോമാലേഖനം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഈ ഒരു രഹസ്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഇസ്രായേലിൻ്റെ കാഠിന്യം ഒരു കാലഘട്ടത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ തകർക്കപ്പെട്ട് ചിതറപ്പെടുമ്പോൾ, ഇസ്രായേൽ പല രാജ്യങ്ങളിലേക്ക് ചിതറപ്പെടുമ്പോൾ, പല ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികൾ, വംശങ്ങളിൽ നിന്നുള്ളവരെ ദൈവരാജ്യമായി ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദൻ കഴിഞ്ഞ 2000 വർഷങ്ങളായി ഭൂമിയുടെ 5 വൻകരകളിലേക്ക് 4 ദിക്കുകളിലേക്ക് അവൻ ചിതറപ്പെടുമ്പോൾ, ഭൂമിയുടെ 5 വൻകരകളിൽ നിന്ന് ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ, ഭാഷ നോക്കാതെ, വിദ്യ നോക്കാതെ, മനുഷ്യനെ കുലം നോക്കാതെ ദൈവം ഒരു രാജ്യത്തിലേക്ക് തൻ്റെ സ്വന്തം ജനമായി വിളിച്ചു വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഹൂദന്റെ ഭ്രംശ ജാതികളുടെ നിരപ്പാകുന്നു. അതൊരു മർമ്മമായി റോമർ 11:25 വിളിച്ചു പറയുകയാണ്. 1 ദൈവരാജ്യത്തിന്റെ മർമ്മ, 2 ഇസ്രായേലിന്റെ കാഠിന്യം എന്ന മർമ്മ, 3ാമത്തെ മർമ്മം എന്ന് പറയുന്നത് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ, 1 കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം
26, 27 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് സകല ജ്ഞാനത്തോടും ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയോ ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ പറയുകയാണ്, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു. അതൊരു സീക്രട്ടാണ്, അതൊരു മിസ്റ്ററിയാണ്, അതൊരു മർമ്മമാണ്. ഐ ആം ദ കാരിയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഐ ആം the temple of Holy Ghost. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു. ഈശ്വരനെ തേടി ഞാൻ അലയത്തില്ല, കടലുകൾ കടന്ന് ഞാൻ തിരയത്തില്ല. കാരണം എനിക്കൊരു രഹസ്യം വെളിപ്പെട്ടു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ദൈവത്തിന്റെ ഏകപുത്രൻ, സ്വർഗത്തിലെ രാജകുമാരൻ, അവൻ എൻ്റെ അകത്തുണ്ട്. തിരുവെഴുത്തിലെ മർമ്മങ്ങളിൽ മൂന്നാമത്തെ മർമ്മം, the Christ is dwelling in you. ക്രിസ്തു നിന്റെ അകത്ത് വാഴുന്നു എന്നുള്ളതാകുന്നു. നാലാമത്തെ മർമ്മമാണ് നാം വായിച്ചത് 1 തിമോഥെയോസ് 3:16. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, ദൈവഭക്തിയുടെ മർമ്മം. ദൈവഭക്തി മാർമികമായ ഒരു വിഷയമാണ്. ദൈവഭക്തി കൈകൊട്ടിനകത്തും പാട്ടിനകത്തും തീരുന്നതല്ല. അതൊരു ഭയങ്കര സാധ്യതയേറിയ ആഴമേറിയ വിഷയമാണ്. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, ഗോഡ്ലിനെസ്, ദൈവഭക്തി, ആരാധന ഒരു എന്റർടൈൻമെന്റ് അല്ല. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഒരു എന്റർടൈൻമെന്റ് അല്ല. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഒരു ടൈം പാസ് അല്ല. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഒരു മിസ്റ്ററിയാണ്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനാമുറി രഹസ്യങ്ങളുടെ താക്കോല് ചലിക്കുന്ന സ്ഥലമാണ്. ഓ, ദൈവഭക്തിയുടെ മർമ്മം. ഞാനതിലേക്ക് മടങ്ങി വരാം. എന്നാൽ വീണ്ടും എഫെസ്യ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ മർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. സുവിശേഷത്തിന്റെ മർമ്മം ഞങ്ങൾ പ്രസംഗിക്കുവാൻ വായി തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന്. അപ്പോൾ സുവിശേഷത്തിനകത്ത് എന്തുണ്ട്? ഒരു മർമ്മമുണ്ട്. സുവിശേഷം എന്ന് പറയുന്നത് സുതാര്യമായി കവലകളിൽ പ്രസംഗിക്കപ്പെടുന്നതാണ്. പക്ഷേ അതിനൊരു അകക്കാമ്പുണ്ട്, അതിനൊരു ഡെപ്തുണ്ട്. ദ മിസ്റ്ററി ഓഫ് ഗോസ്പൽ എന്നാണ് പറയുന്നത്. ആമേൻ. സുവിശേഷത്തിന്റെ മർമ്മ. വീണ്ടും മർമ്മത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എഫെസ്യ ലേഖനം 3-ാം അധ്യായം 4 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 6-ാമത്തെ മർമ്മത്തെ നമുക്ക് കാണുവാൻ കഴിയുക. അവിടെ പറയുന്നത് ദൈവസഭയെ കുറിച്ചുള്ള ഒരു മർമ്മമാണ്. അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത്, എഫെസ്യർ 3:5. ഈ മർമ്മ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതെന്താണ് ആ മർമ്മ? 6-ാം വാക്യത്തിൽ പറയുകയാണ്, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി തീരണം. സ്തോത്രം. കൂട്ടവകാശികളായി തീരണം. ആർക്കാണ് അവകാശം ലഭിക്കുന്നത്? മക്കൾക്കാണ്. ഏക ശരീരസ്ഥരായി തീരുക, ഒരു ശരീരമായി തീരുക. 3, ഒരു പങ്കാളിത്തം. അത് ഭാര്യാഭർത്തൃ ബന്ധം. എഫെസ്യ ലേഖനത്തിൽ പറയുന്ന ദൈവസഭയുടെ മർമ്മങ്ങളെ ചേർത്ത് വെച്ചിട്ട് പൗലോസ് പറയുകയാണ്, ദൈവസഭയ്ക്കൊരു മർമ്മമുണ്ട്. അത് സുവിശേഷത്താൽ ജാതികൾ ക്രിസ്തുയേശുവിൽ ഏക ശരീര കൂട്ടവകാശികളോ ഏക ശരീരസ്ഥരോ വാഗ്ദത്തത്തിന്റെ പങ്കാളികളോ ആയി തീരണമെന്നുള്ളതത്രേ. അപ്പോൾ അടുത്ത മർമ്മം എന്ന് പറയുന്നത് ജാതികളും യഹൂദനും തമ്മിൽ വേർപാടിന്റെ നടുച്ചുവർ ഇടിക്കപ്പെട്ടവരായി ക്രിസ്തുവിൽ ഏക ശരീരമായി ക്രിസ്തുയേശു മൂലക്കല്ലായി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു ഒറ്റ കെട്ടിടമായി പണിതുയർത്തപ്പെടുന്ന, ആത്മാവിനാൽ ഒന്നിച്ചു പണിയപ്പെടുന്ന, യഹൂദനെന്നും യവനനെന്നും ഇല്ലാത്ത, ശകനെന്നും ദാസനെന്നും ബർബരനെന്നും ഇല്ലാത്ത ക്രിസ്തുവിൽ ഏക ശരീരമായി ഏകമന്ദിരമായി പണിതുയർത്തപ്പെടുന്ന ഏകീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭയുടെ മർമ്മം. സ്തോത്രം. ദ മിസ്റ്ററി ഓഫ് ദ ചർച്ച്, അതർവൈസ് ദ മിസ്റ്ററി ഓഫ് ദ യൂണിറ്റി ഓഫ് ജെന്റൈൽസ് ആൻഡ് ജ്യൂസ്. യഹൂദന്മാരുടെയും
ജാതികളുടെയും ചേർച്ച. ഇനിയും 7ാമത്തെ മർമ്മത്തിലേക്ക് ഞാൻ കടന്നു വരാം. ശരവേഗത്തിൽ കടന്നു പോകട്ടെ. വിശുദ്ധ പൗലോസ് കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 51-52 വാക്യങ്ങളിൽ അവിടെ 2 മർമ്മങ്ങളെ പറയുകയാണ്. അതിൽ 1-ാമത്തെ മർമ്മം ഇങ്ങനെയാണ്: ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഒരു മർമ്മം പറയുകയാണ്, നമ്മളെല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഇന്ന് രാത്രി ഞാൻ ആ രഹസ്യത്തെ ഇവിടെ പരസ്യമാക്കി ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. നമ്മളെല്ലാവരും മരിച്ച് അടക്കപ്പെടുകയില്ല. നമ്മളെല്ലാവരുടെയും അടക്കാരാധന നടത്തപ്പെടുകയില്ല. നമ്മളെല്ലാവരുടെയും ശവം മോർച്ചറിയിൽ വയ്ക്കുകയില്ല. പകരം നമ്മുടെ മരണ ദിവസം സംഭവിക്കുന്നതിന് മുൻപേ നമ്മുടെ ആത്മനാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടോ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാ, നമ്മുടെ മരണദിനത്തിനു മുൻപേ ആത്മനാഥൻ മടങ്ങി വരും. പൗലോസ് പറയുകയാണ്, ഞാനൊരു രഹസ്യം പറയാ, നമ്മുടെ യേശു വരാറായി. ഞാനൊരു രഹസ്യം പറയാം, യേശു വരാറായി. ഞാനൊരു മർമ്മം പറയാം, യേശു വരാറായി. അതാണ് പൗലോസ് പറയുന്നത്. ഞാനൊരു ഒരു മർമ്മം നിങ്ങളോട് പറയാ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നമ്മളെല്ലാവരും മരിക്കുകയില്ല. അതിനു മുമ്പേ നമ്മുടെ കർത്താവ് മടങ്ങി വരും. വീണ്ടും തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് അടുത്ത മർമ്മത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ പറയുകയാണ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഞാൻ മുൻപേ ഓർപ്പിച്ചല്ലോ. മലയാള ലോകത്ത് ഭയങ്കരമായി ചർച്ചയായിരിക്കുന്ന, സമാധാനം കെട്ടുപോയിരിക്കുന്ന ഒരു സിനിമ. ആ സിനിമയുടെ റിലീസിന് മുൻപേ അതിൻ്റെ സംവിധായകന്റെ അടുക്കൽ ചോദിച്ചോ, നീ അതിനകത്ത് 2A ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ രക്തത്തിൽ കുളിപ്പിച്ച് വെച്ചിരിക്കുന്നല്ലോ, എന്താണ് അതൊന്ന് പറയാമോ? അവൻ പറഞ്ഞു, എന്നെ കൊണ്ടത് പറയാൻ കഴിയത്തില്ല, അതൊരു രഹസ്യമാണെന്ന്. അധർമ്മത്തിന്റെ മർമ്മ 2025 ആരംഭിക്കുന്നതിന് മുൻപേ കേരളം പാടിത്തുള്ളിയ ഒരു പാട്ടുണ്ട്, ഇല്ലൂമിനാറ്റി. അവനതിനകത്ത് പാടി കട്ടച്ചോര കൊണ്ട് സോഡാ സർബത്ത് അടിച്ചു കുടിക്കുമെന്ന്. അത് പാവപ്പെട്ട കൊച്ചുപിള്ളേർ ഏറ്റുപാടിയപ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞില്ല. എന്നാൽ അതിനുശേഷം പാറശാല തുടങ്ങി മലപ്പുറം വരെ കേരളത്തിൽ രക്തം പതഞ്ഞൊഴുകിയപ്പോൾ മലയാളി തിരിച്ചറിഞ്ഞോ, അവന്റെ കവിവരികളിൽ മറഞ്ഞു കിടന്ന അധർമ്മത്തിന്റെ മർമ്മം ഇതായിരുന്നു. കട്ടച്ചോര കൊണ്ട് സോഡാ സർബത്ത്. സോഡ ഒരു സാധനത്തിൽ ഒഴിച്ചാൽ എന്തോ സംഭവിക്കുമെന്നറിയാമോ? അത് പതഞ്ഞു ഒഴുക. കട്ടച്ചോര കൊണ്ടവൻ സോഡാ സർബത്ത് അടിക്കുമെന്ന് പാട്ടെഴുതി കേരളത്തിലെ മലയാളികൾ അത് ഏറ്റുപാടി. ഞാൻ പറഞ്ഞില്ലേ, പാറശാല തുടങ്ങി മലപ്പുറം വരെ സ്തോത്ര എവിടെ ചോര പതഞ്ഞൊഴുകി. കാരണം ഇത് അധർമ്മത്തിന്റെ മർമ്മമാണ്. എന്നാൽ അധർമ്മത്തിന് ഇന്ന് മാർമികമായിട്ടേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അധർമ്മത്തിന് മാർമികമായിട്ടേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലൂമിനാറ്റിക്കും ഫ്രീമേസൺസിനും ഫ്രട്ടേണിറ്റിക്കോ ഇന്ന് ലോകത്തിൽ മാർമികമായിട്ടേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ചതിവിനും വഞ്ചനയ്ക്കോ ലഹരിക്കും ഇന്ന് മാർമികമായി പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. കാരണം അത് ലോകത്തിന്റെ നിയമവ്യവസ്ഥയുടെ ശക്തിയല്ല, ലോകത്തിലെ നല്ല മനുഷ്യരുടെ എണ്ണം കൂടിയത് കൊണ്ടല്ല. അതിനപ്പുറം പൗലോസ് പറയുകയാണ്, അധർമ്മം മാർമികമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ തടുക്കുന്ന ഒരുത്തൻ വഴിയിൽ നിൽപ്പുണ്ട്. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അധർമ്മത്തെ മാർമികമായി ചുക്കാൻ പിടിക്കുന്ന ലോകത്തോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. നീ അധർമ്മത്തെ മാർമികമായി ചുക്കാൻ പിടിക്കുമ്പോൾ അതിനെ തടുക്കുവാൻ പെന്തക്കോസിലെ ഒരു പാസ്റ്ററോ ക്രൈസ്തവതയിലെ ഒരു അച്ഛനും മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അതിനെ തടുക്കുവാൻ തൃത്വത്തിൽ മൂന്നാമൻ 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മാളിക മുറിയിൽ തീ പോലെ ഇറങ്ങി വന്നത് അധർമ്മത്തിന്റെ മർമ്മങ്ങളെ തടുക്കുവാനാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രധാനമായിട്ടുള്ള
പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനമായുള്ള രണ്ട് ശക്തിയുണ്ട്. ഒന്ന് പുറപ്പെടുവിക്കുവാൻ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ പുറപ്പെടണം. ഒരു മനുഷ്യനെ ശുശ്രൂഷയ്ക്കായി പുറപ്പെടുവിക്കുന്നത് ഏറ്റവും ഒടുവിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഈ മണ്ണിനകത്തുനിന്നവനെ പുറപ്പെടുവിച്ച് വിണ്ണിലെത്തിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. എന്നാൽ പുറപ്പെടുവിക്കുവാൻ മാത്രമല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിവുള്ളത് അവന് തടയുവാനും കഴിവുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്റെ കാലുകളെ മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കുവാൻ മാത്രമല്ല, നിനക്കെതിരെ വായ്പിളർന്നു വരുന്ന സിംഹത്തെ തടയുവാൻ, അവന്റെ വായെ അടയ്ക്കുവാൻ, അവനെ തകർത്തു കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അധികാരമുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഞാനതിനെ വിശദീകരിക്കുന്നില്ല. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, മർമ്മം മഹതിയാം ബാബിലോൺ, സ്തോത്രം, വേശ്യമാരുടെ മാതാവ്, ദുർഭൂതങ്ങളുടെ തടം, ദുർപക്ഷികളുടെ ഇരിപ്പിടം എന്ന് പറഞ്ഞുകൊണ്ട് മലകളുടെ മേലിരിക്കുന്ന കടിഞ്ചുവപ്പുള്ള മൃഗത്തിന്മേൽ ധൂമ്രവർണ്ണമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇരിക്കുന്നതായ സ്ത്രീയെക്കുറിച്ച്, അവളുടെ കയ്യിൽ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്തുപിടിച്ചിരിക്കുന്ന പാനപാത്രവുമായി മദ്യം നുരയ്ക്കുന്നതായിട്ടുള്ള ഒരു ദൂഷ്യ സ്ത്രീയെ കാണിച്ചിട്ട് പറയുകയാണ്, മർമ്മം മഹതിയം ബാബിലോൺ, അല്ലെങ്കിൽ ദ മിസ്റ്ററി ഓഫ് ഫോൾസ് റിലീജിയൻ, ദുരുപദേശങ്ങളുടെ അല്ലെങ്കിൽ തെറ്റായ മതപഠനങ്ങളുടെ, സ്തോത്ര, ദുർവ്യാഖ്യാനങ്ങളുടെ രഹസ്യ. ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മർമ്മം മഹതിയാം ബാബിലോണെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, കർത്തൃദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ, ഞാൻ മുൻപേ ഓർപ്പിച്ചല്ലോ, വെള്ളോട്ടിന് സദൃശ്യമായി ഉലയിൽ ചുട്ടുപഴിപ്പിച്ച പൊൻപാദങ്ങളോടുകൂടെ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻപച്ച കിട്ടി, തലയും താടിയും ഹിമത്തോളം വെളുത്തവനായി 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ എഴുന്നള്ളി വരുന്ന ഉയർത്തെഴുന്നേൽക്കപ്പെട്ട തേജോമയനായ ക്രിസ്തുവിന്റെ രൂപം കണ്ട് അവന്റെ കാൽക്കൽ മരിച്ചവനെ പോലെ വീണ യോഹന്നാന്റെ അടുക്കൽ, യോഹന്നാനെ നീ ഭയപ്പെടരുത്, ഞാൻ ആദ്യനാണ് അന്ത്യനാണ്, ഞാൻ ഓൽഫയാണ് ഒമേഗയാണ്, നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തതായിട്ട് പറയുകയാണ്, നീ കണ്ട 7 നിലവിളക്കുകളുടെയോ 7 നക്ഷത്രങ്ങളുടെയോ മർമ്മം ഞാൻ പറയാ. അപ്പോൾ അവിടെ തിരുവെഴുത്തിൽ പറയുന്ന പ്രാധാന്യമേറിയ മർമ്മ, 10ാമത്തെ മർമ്മം എന്ന് പറയുന്നത് 7 നിലവിളക്കുകളുടെയോ 7 നക്ഷത്രങ്ങളുടെയും മർമ്മ, അല്ലെങ്കിൽ സഭകളുടെയോ ശുശ്രൂഷയുടെയും മർമ്മ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുകയാണ്, അവന്റെ ഹിതത്തിന്റെ മർമ്മം, അവന്റെ ഹിതത്തിന്റെ മർമ്മ, ആമേൻ, മിസ്റ്ററി ഓഫ് ഹിസ് വിൽ, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത്, ദൈവത്തിന്റെ ഹിതത്തിനകത്ത് ഒരു രഹസ്യമുണ്ട്. ഇന്ന് രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, യൗവനക്കാരോടൊക്കെ ഒരു കാര്യം പറയാം. പലപ്പോഴും ദൈവഹിതമെന്ന് മാതാപിതാക്കൾ നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് നല്ല രസമായി സുഖകരമായി തോന്നത്തില്ല. ദൈവഹിതം പലപ്പോഴും വേദനയായി തോന്നും, ദൈവഹിതം പലപ്പോഴും മുറിവായി തോന്നും, ദൈവഹിതത്തിന് സമർപ്പിച്ചത് പലപ്പോഴും കണ്ണുനീരായി തോന്നും. പക്ഷേ ഞാനൊരു കാര്യം പറയാ, ദൈവഹിതത്തിനകത്ത് ഒരു രഹസ്യം മറഞ്ഞിരിപ്പുണ്ട്, അവന്റെ ഹിതത്തിനകത്ത് ഒരു രഹസ്യം മറഞ്ഞിരിപ്പുണ്ട്. ആമേ, 20 വെള്ളിക്കാശിന് പൊട്ടക്കുഴിയിൽ നിന്ന് വിവസ്ത്രനായി മിദ്യാന്യ കച്ചവടക്കാരുടെ കയ്യിലേക്ക് യോസെഫ് എന്ന ചെറുബാലനെ കൈമാറുമ്പോൾ ദൈവത്തിന് ആ ഹിതത്തിനകത്ത് ഒരു മർമ്മമുണ്ടായിരുന്നു. മെസൊപ്പൊട്ടേമിയ എന്ന സാംസ്കാരിക നഗരത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് പുറപ്പെടുവിച്ച് ഹാരാനിൽ വെച്ച് അവന്റെ അപ്പൻ മരിച്ച് ഏകനായി അവൻ യാത്ര പുറപ്പെടുമ്പോൾ അവനെ അങ്ങനെ നടത്തുന്നതിന്റെ പിമ്പിൽ ദൈവത്തിനൊരു രഹസ്യമുണ്ടായിരുന്നു. ഇന്ന് രാത്രി തിരിച്ചറിയണം, നിന്റെ മേലുള്ള ദൈവത്തിന്റെ ഹിത, അതിനകത്തൊരു പദ്ധതി മറഞ്ഞു കിടപ്പുണ്ട്, അതാർക്കും അറിയാത്തത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ദൈവസഭയോട് വിളിച്ചു പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. കാരണം അവന്റെ ഹിതത്തിനകത്ത്, അവന്റെ ഇഷ്ടത്തിനകത്ത് ഒരു രഹസ്യമുണ്ട്.
There is a mystery in the will of God. ദൈവേഷ്ടത്തിനകത്തൊരു രഹസ്യമുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ട ആമേൻ പുറമേ വേദനയായി തോന്നിയേക്കാം, പുറമേ കയ്പായി തോന്നിയേക്കാം, പുറമേ സങ്കടമായി തോന്നിയേക്കാം. പക്ഷെ അതിനകത്ത് ഒരു മർമ്മമുണ്ട്. അതുകൊണ്ട് ആ തിരുവെഴുത്ത് പറയുന്നത്, വെറുതെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്, മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. അതിനകത്തൊരു രഹസ്യമുണ്ട്. നീണ്ട കഷ്ടതയുടെ യാതനയുടെ ദിനരാത്രങ്ങൾക്കപ്പുറം ഒരു നാളിൽ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതത്തിന്റെ മർമ്മം തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ ഹിതത്തിന്റെ ആ മാസ്റ്റർ പ്ലാൻ തിരിച്ചറിഞ്ഞ് യോബ് ദൈവത്തെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതായിരുന്നു നിന്റെ താല്പര്യമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ദൈവത്തിൻ്റെ ഹിതത്തിനകത്ത് ഒരു രഹസ്യമുണ്ട്. താഴ്ചയായാലും അതിനകത്തൊരു രഹസ്യമുണ്ട്. നിന്നെ ഇരുട്ടിലേക്ക് നടത്തിയാൽ അവൻ നിനക്ക് ഒരു നിക്ഷേപം തരും. അവൻ നിന്നെ ഒരു മറവിടത്തിലേക്ക് കൊണ്ടുപോയാൽ അവിടെ നിന്ന് അവൻ നിനക്ക് ഒരു ഗുപ്തനിധിയെ തരും. ദൈവഹിതത്തിൻ്റെ മർമ്മം, മിസ്റ്ററി ഓഫ് ദ വിൽ ഓഫ് ഗാഡ്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് മറ്റൊരു മർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുകയാണ്, അവർ മദ്യപന്മാരാകരുത്, തല്ലുകാരാകരുത്, ദുർലാഭമോഹികളാകരുത്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അപ്പോൾ പൗലോസ് ഇവിടെ അടുത്ത ഒരു മിസ്റ്ററിയെ കുറിച്ച് പറയുകയാണ്. ആ മിസ്റ്ററി ഇങ്ങനെയാണ്, മിസ്റ്ററി ഓഫ് ദ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ മർമ്മം. സ്തോത്രം. അതിനെ വിശദീകരിക്കാനൊന്നും ഇന്ന് പറ്റുന്ന സമയമല്ലല്ലോ. വിശ്വാസത്തിൻ്റെ മർമ്മം, ആ മർമ്മം പുസ്തകത്തിനകത്ത് എഴുതി വെക്കാൻ കഴിയുന്നതല്ല. ആ മർമ്മം മനുഷ്യൻ്റെ തത്വചിന്തയ്ക്കകത്ത് സൂക്ഷിക്കാൻ കഴിയുന്നതല്ല. ആ മർമ്മം എവിടെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്? വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിക്കകത്ത് സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. ശുദ്ധ മനസ്സാക്ഷി. ഏതൊരു സാധനവും സർവൈവ് ചെയ്യണമെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാമോ? അതിനൊരു നല്ല എൻവയോൺമെൻറ്റ് ഉണ്ടാകണം. സ്തോത്രം. ചില മരുന്നുകളൊക്കെ മേടിച്ചാൽ അത് ഇത്ര ടെമ്പറേച്ചറിനകത്ത് സൂക്ഷിക്കണമെന്ന് പറയുക. ഏതൊരു സാധനവും അതിൻ്റേതായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ സൂക്ഷിക്കപ്പെടണം. അതിൻ്റെ എൻവയോൺമെൻറ്റിൽ സൂക്ഷിക്കപ്പെട്ടാലേ അത് നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ വിശ്വാസത്തിൻ്റെ മർമ്മം അത് സൂക്ഷിക്കപ്പെടണമെങ്കിൽ അതിന് വേണ്ടി എൻവയോൺമെൻറ്റ് ഏതാണെന്നറിയാമോ? ശുദ്ധമായ മനസ്സാക്ഷി. അതുകൊണ്ടാണ് പൗലോസ് മറ്റൊരിടത്ത് പറഞ്ഞു, ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞോ. അപ്പോൾ എന്ത് സംഭവിച്ചോ? അവരുടെ വിശ്വാസം വലിയ കപ്പൽ പോലെ വലുതായിരുന്നു. പക്ഷെ കപ്പൽ പോലെ വലുതായിരുന്നാലും ഈ എൻവയോൺമെന്റ് ശരിയല്ലെങ്കിൽ പൊളിഞ്ഞു പോകും. നിന്റെ വിശ്വാസം എത്ര വലുതായിരുന്നാലും വിശ്വാസത്തെ സൂക്ഷിക്കുന്ന എൻവയോൺമെന്റ് നിനക്കില്ലെങ്കിൽ, സ്തോത്രം, വിശ്വാസം പൊളിയും. എന്നാൽ വിശ്വാസം ഒരു ചെറിയ പടകിൻ്റെ അത്രമേ ഉള്ളായിരിക്കട്ടെ, കടുകുമണിയുടെ അത്രമേ ഉണ്ടായിരിക്കട്ടെ, അല്പവിശ്വാസമേ ഉള്ളാകട്ടെ, പക്ഷേ അത് ശുദ്ധമായ മനസ്സാക്ഷിക്കകത്ത് നിനക്ക് സൂക്ഷിക്കാമോ? ആ വിശ്വാസം പൊളിയത്തില്ല. അപ്പോൾ ടു കീപ് ദ ഫെയ്ത്ത്, വിശ്വാസം സൂക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്ര, നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമായിരിക്കണം. വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആമേൻ. ഈ വിശ്വാസം കാത്തു എന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ സാധാരണമായ വിശ്വാസമല്ല, പൗലോസ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു വിശ്വാസമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ള ഭാഗമാണ്. സാമാന്യമായ ഒരു വിശ്വാസമുണ്ട്, ഭക്തിയിൽ വളർന്നു വരുന്ന ഒരു വിശ്വാസമുണ്ട്, എന്നാൽ അതിലുപരിയായി ദൈവം നൽകുന്ന ഒരു വിശ്വാസമുണ്ട്. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. പത്രോസ് പറയുകയാണ്, അതേ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വിശ്വാസം എന്ത് ചെയ്യുകയാണ്? എ ഗിവൺ ഫെയ്ത്ത്. ആമേൻ. നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതായ ഒരു വിശ്വാസമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ പിശാചിന് പോലും വിശ്വാസമുണ്ട്. എബ്രായലേഖനം വിശ്വാസത്തിൻ്റെ അധ്യായം പറയുമ്പോൾ പറയുകയാണ്, പിശാചുക്കളും എന്ത് ചെയ്യുന്നു? ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ ദൈവം ഉണ്ടെന്ന് കേട്ടാൽ വിറയ്ക്കുമോ? നമ്മൾ വിറയ്ക്കത്തില്ല. നമ്മളെക്കാട്ടിലും ഭക്തിയുള്ള വിശ്വാസ വിസിബിൾ ഫെയ്ത്ത് ആരുടെയാണെന്നറിയാമോ? പിശാചിൻ്റെതാണ്. ദൈവമുണ്ട് എന്ന് അവൻ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഈവൻ ഡിമോൺസ് ഹാവ് ഫെയ്ത്ത്. പിശാചുക്കൾക്ക് പോലും വിശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ട വിശ്വാസം, ദ ഫെയ്ത്ത് ഗിവൺ ഫ്രം ഗാഡ്, ദൈവം
ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ ഒരു വിശ്വാസം, പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച വിശ്വാസം. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യന് നൽകപ്പെടുന്ന 9 കൃപാവരങ്ങളിൽ സ്തോത്രം, ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം, ബുദ്ധിമണ്ഡലത്തിൽ, അന്യഭാഷ, പ്രവചനം, വ്യാഖ്യാനം, അധരങ്ങളിൽ, ശബ്ദത്തിൽ, അടുത്തത് ശക്തിയിൽ കൂടെ വെളിപ്പെടുന്ന 3 കൃപാവരങ്ങളിൽ ശ്രദ്ധേയമായ കൃപാവരം വിശ്വാസത്തിൻ്റെതാണ്. വിശ്വാസം, വീര്യപ്രവൃത്തി, രോഗശാന്തി. അപ്പോൾ വിശ്വാസം പരിശുദ്ധാത്മാവിനാൽ ഒരു മനുഷ്യനിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, അത് ശുദ്ധ മനസ്സാക്ഷിക്കകത്ത് സൂക്ഷിക്കേണ്ട ഒരു ഡെപ്തേറിയ ഒരു ഹിഡൻ സീക്രട്ട് എന്നാണ് പറയുന്നത്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഞാൻ മുൻപേ ഓർപ്പിച്ചു 1 കൊരിന്ത്യർ 15:51-52 അവിടെ 2 മർമ്മങ്ങളെ പറയുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞത് എന്താണ്? ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അടുത്ത മർമ്മം എന്താകുന്നുവെന്നറിയാമോ? എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിടിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അടുത്ത ഭാഗം, മരിച്ചവർ അക്ഷയരായി ഉയർക്കോ. അതൊരു മിസ്റ്ററിയാണ്, അതൊരു മിസ്റ്ററിയാണ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. മരിച്ചവരുടെ പുനരുദ്ധാനം ഒരു മിസ്റ്ററിയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ 14-ാമത്തെ മർമ്മത്തിലേക്ക് കടന്നു വരാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ പറയുകയാണ്, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരോ. സ്തോത്ര അമ്മേ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച പറയുന്നത്. അപ്പോൾ സ്തോത്ര, ഒരു മാരേജ് സിംബോളിസത്തിനകത്ത് നിന്നുകൊണ്ട്, ഒരു വൈവാഹിക ആലങ്കാരികതയ്ക്കകത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു ബന്ധം, പോറ്റിപ്പുലർത്തുന്ന ക്രിസ്തു, അനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്ന സഭ, വിധേയപ്പെടുന്ന സഭ, അങ്ങനെ ഒരു ആത്മമണവാളനും മണവാട്ടിയുമായിട്ടുള്ള ഒരു മാർമികതയെ വിശുദ്ധ പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനെ വിശദീകരിച്ചാലും സമയമേറെ പോകാം. 15-ാമത്തെ മർമ്മത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞ് വേഗത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, അവിടെ പറയുകയാണ്, ഒരാശ്വാസകാലമുണ്ടാകുക. വീണ്ടും അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തും. ലോകത്തിലുള്ള സകലവും ദൈവത്താൽ യഥാസ്ഥാനപ്പെടും എന്നുള്ളതായ, ഈ ലോകം എത്രമാത്രം അഴുക്കായാൽ, ഈ ലോകം എത്രമാത്രം വഷളത്വം നിറഞ്ഞാൽ, ഈ ലോകം ആരൊക്കെ ഭരിച്ചു മുടിപ്പിച്ചാൽ, ഈ ലോകം എത്ര യുദ്ധകലുഷിതമായാൽ, ഈ ലോകത്തിൽ എത്ര ഭൂകമ്പം വന്നാൽ, ഈ ലോകത്തിൽ എത്ര സുനാമി വന്നാൽ, ഞാനൊരു കാര്യം എൻ്റെ ദൈവമക്കളോട് പറയാം, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഈ ലോകം അവസാനിക്കുന്നതിന് മുൻപേ എൻ്റെ ദൈവം ഈ ലോകത്തെ മനോഹരമാക്കി തീർക്കും. മനുഷ്യൻ എത്ര ഇതിനെ നശിപ്പിച്ചാലും എൻ്റെ ദൈവം ഈ ലോകത്തെ എന്താക്കി തീർക്കുമെന്നറിയാമോ? നന്നാക്കി തീർക്കും. എത്ര ദിവസത്തേക്ക് ദൈവം നന്നാക്കി വെക്കുമെന്നറിയാമോ? 1000 വർഷം ദൈവം ഈ ലോകത്തെ നശിപ്പിക്കാം. എൻ്റെ സഹോദരങ്ങളെ, നാസിസവും ഫാസിസവും കമ്മ്യൂണിസവും മാർസിസവും ലോകത്തിൽ ജനിച്ച ഇസങ്ങളൊക്കെ ലോകത്തെ നന്നാക്കുകയോ ചീത്തയാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 1/2 നൂറ്റാണ്ടിനപ്പുറം ഒന്നും പോയിട്ടില്ല. പക്ഷേ എൻ്റെ ദൈവം ഈ ലോകത്തെ യഥാസ്ഥാനപ്പെടുത്തും. അത് യഥാസ്ഥാനപ്പെടുത്തിയാൽ 1000 വർഷം അത് യഥാസ്ഥാനപ്പെട്ടു നിൽക്കുക. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. ഇതാണ് തിരുവെഴുത്ത് പറയുന്ന 15 മർമ്മങ്ങൾ. ആമേൻ. എന്നാൽ ഇന്ന് രാത്രികാല ഞാൻ ആ ഭാഗങ്ങളിൽ ഒന്നുമല്ല കടന്നു വരുന്നത്. ഞാൻ ഈ നാം ധ്യാനിച്ച 1 തിമോഥെയോസ് 3:16 ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. ആ ദൈവഭക്തിയുടെ മർമ്മത്തിനകത്ത് 6 വിഷയങ്ങളാണ് പറയുന്നത്. അത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ അല്ലെങ്കിൽ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടോ, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടോ, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടോ, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടോ, തേജസ്സിൽ എടുക്കപ്പെട്ടോ എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം
സമ്മതമാവണ്ണം വലിയതാകുന്നു. ഞാൻ ഇതിനകത്ത് രണ്ടാമത്തെ ഭാഗം എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്ര. ഇതിനകത്ത് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചോ പ്രസംഗിക്കാൻ ഇന്നൊരു സൺഡേ സ്കൂൾ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്താൽ പോലും അവൻ എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. മറിയയുടെ ഉദരത്തിൽ ദൂതനാൽ സന്ദേശം ലഭിക്കപ്പെട്ട് സ്തോത്ര പേർ വഴി ചാർത്തപ്പെടുവാൻ പോകുന്ന വഴിയിൽ ഗർഭവേദനയുണ്ടായി. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ സ്തോത്ര ഒടുവിൽ ശിശുവിനെ സ്തോത്രം പുൽത്തൊട്ടിയിൽ കിടത്തി. അതിനനന്തരമായി കിഴക്ക് നിന്ന് വിദ്വാൻമാർ കാഴ്ചവെച്ച് 30ാമത്തെ തിരുവയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് 3.5 വർഷം യെറൂശലേമിന്റെയും ശമര്യയുടെയും തെരുവീതികളിൽ സുവിശേഷത്തിന്റെ മാറ്റൊലി കൊണ്ട് ദൈവരാജ്യത്തിന്റെ സ്ഥാപന വിളംബരം ഓതി. 33.5 തിരുവയസ്സിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇരു കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തൂങ്ങി മരക്കുരിശിൽ പരമയാഗമായി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആത്മാവിനെ ദൈവത്തിന്റെ തൃക്കൈയിൽ ഭരമേൽപ്പിച്ച് പ്രാണൻ വെടിഞ്ഞ് അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയ്ക്ക് നിഷേധമായി കൊണ്ടുവയ്ക്കപ്പെട്ട ക്രിസ്തുനാഥന്റെ ജഡപ്രത്യക്ഷത. അതാണ് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നു. അമ്മേ, അടുത്ത ഒരു ഭാഗം പറയുന്നത് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്നുള്ളതാണ്. സ്തോത്ര. അതിനെക്കുറിച്ച് നമ്മൾ ആത്മമണ്ഡലത്തിന്റെ ഉപരിതലങ്ങളിൽ കയറി നിന്ന് ഒരല്പം പഠിച്ചു കഴിഞ്ഞാൽ ദൂതന്മാർക്ക് പ്രത്യക്ഷനാകാതിരുന്നതായ ക്രിസ്തുവോ ദൂതന്മാർക്ക് പ്രത്യക്ഷനായിരിക്കുന്ന ക്രിസ്തുവുമെന്ന് 2 തലത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയുക. അതിലുമല്ല ഞാൻ കിടക്കുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ട ക്രിസ്തുവോ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ട ക്രിസ്തുവോ തേജസ്സിൽ എടുക്കപ്പെട്ട ഒലിവുമലയുടെ മുകൾ തട്ടിൽ നിന്ന് അരിമ ശിഷ്യന്മാർ നോക്കിക്കൊണ്ടിരിക്കെ ആമേൻ ഭൗമമണ്ഡലങ്ങളുടെ ബലത്തെ മറികടന്നുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കെ അവന്റെ പാദങ്ങൾ ഭൂമിയുടെ മണൽപ്പരപ്പിൽ നിന്ന് പൊങ്ങി ഒലിവുമലയിൽ നിന്ന് ഉയരത്തിലേക്ക് കയറിപ്പോയി ഒരു മേഘം അവനെ മൂടി അവരുടെ കാഴ്ചയ്ക്ക് മറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ച തേജസ്സിൽ സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവിന്റെ തേജസ്സിൽ എടുക്കപ്പെട്ടോ. എന്നാൽ ഇതിന്റെ രണ്ടാമത്തെ വിഷയമാണ് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടോ. അതരം തുറന്ന് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ആത്മാവിൽ നീതീകരിക്കപ്പെടുക. ആത്മാവിൽ നീതീകരിക്കപ്പെടുക. എന്താണ് ആത്മാവിൽ നീതീകരിക്കപ്പെടുക എന്നുള്ളത്? ദൈവവചനം 3 വിധ നീതീകരണത്തെയാണ് പറയുന്നത്. 1 പ്രവർത്തികളാലുള്ള നീതീകരണം, 2 ആത്മാവിനാലുള്ള നീതീകരണം, 3 വിശ്വാസത്താലുള്ള നീതീകരണം. പ്രവർത്തികളാൽ ആരാണ് നീതീകരിക്കപ്പെടുന്നത്? പ്രവർത്തികളാൽ ദൈവം നീതീകരിക്കപ്പെടുന്നു. 2 ആത്മാവിൽ ക്രിസ്തു നീതീകരിക്കപ്പെടുന്നു, സഭയോ. 3 വിശ്വാസത്താൽ ഒരു പാപി നീതീകരിക്കപ്പെടുന്നു. നീതീകരണം 3 തലത്തിൽ സംഭവിക്കുന്നു. അതിൽ ഈ 3 സംഗതികളോ മനുഷ്യനിൽ കൂടെ ദൈവം നടത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ജ്ഞാനമോ തന്റെ സകല ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വിസ്ഡം ജസ്റ്റിഫൈഡ് വിത്ത് ഓൾ ഹെർ വർക്ക്സ്. അവളുടെ എല്ലാ പ്രവർത്തികളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ബൈബിൾ പറയുന്നത്. സ്തോത്രം. പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടോ. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നീതീകരിക്കപ്പെടുന്നത് തൻ്റെ പ്രവർത്തികൾ കൊണ്ടാണ്. അവൻ തൻ്റെ സകല വഴികളിലും നീതിമാനാകുന്നു. അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമായിരിക്കുന്നു. അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയുള്ളതാണ്. ദൈവം ആരുടെ അടുക്കൽ ഞാൻ നീതിമാനാണെന്ന് നീ അങ്ങ് കരുതിക്കോളാൻ പറഞ്ഞിട്ടില്ല. പകരം ദൈവം എന്താണെന്നറിയാമോ? നീ എൻ്റെ പ്രവൃത്തിയെ നോക്ക്, നീ എൻ്റെ വാക്കുകളെ നോക്ക്, നീ എൻ്റെ സ്വഭാവത്തെ നോക്ക്, നീ എന്നെ കണ്ടിട്ട് ഞാൻ നീതിമാനാണോ എന്ന് പറഞ്ഞാൽ മതി. ദൈവം ഒരാളുടെ അടുക്കലും പറഞ്ഞിട്ടില്ല, എടാ ഞാൻ നീതിമാനാണെന്ന് നീ അങ്ങ് വിശ്വസിക്കുന്ന ദൈവം ആരുടെ അടുക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ നീതിമാനാണെന്ന് കരുതുന്ന ദൈവം പറഞ്ഞിട്ടില്ല. പകരം ഗോഡ് മാനിഫെസ്റ്റഡ് ഹിസ് റൈച്ചസ്നെസ്. ദൈവം തൻ്റെ നീതിയെ വെളിപ്പെടുത്തി. ആമേൻ. അവൻ്റെ ന്യായവിധികൾ നീതിയുള്ളവ. അവനൊരു വാക്ക് പറഞ്ഞാൽ അത് നീതിയുള്ളതാ. അവനൊരു കാര്യം ചെയ്താൽ അത് നീതിയുള്ളതാ. വാക്കിലും പ്രവൃത്തിയിലും യേശു ആരാണ്? ദൈവം ആരാണ്? അവൻ നീതിമാനാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങൾ പ്രസംഗിക്കുന്നത് കൊണ്ട്
നിങ്ങൾ ദൈവം നീതിമാനാണെന്ന് പറയണ്ട കേട്ടോ. പകരം ദൈവത്തിന്റെ പ്രവർത്തികളെ നോക്ക്. എന്തിനേറെ പറയുന്നു, അവൻ ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും മേൽ മഞ്ഞും മഴയും പെയ്യിക്കുന്നു. 2 മണിക്കൂർ മുമ്പ് ഇവിടെ നന്നായി മഴ പെയ്തോ? ദൈവത്തിന്റെ നീതി കണ്ടോണേ. ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിലോ പ്രാർത്ഥിക്കാത്തവന്റെ വീട്ടിലോ ദൈവം മഴ പെയ്യിച്ചോ കേട്ടോ. ദുഷ്ടന്റെ മേലും നല്ലവന്റെ മേലും ദൈവ സൂര്യനെ ഉദിപ്പിച്ചോ. ഇന്ന് വരെ ദൈവത്തെ നിഷേധിക്കുന്ന നിരീശ്വരവാദിക്ക് ദൈവം വെള്ളം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ദൈവമില്ല എന്ന് പറയുന്ന മൂടന് സൂര്യനെ ഉദിപ്പിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ദൈവം തൻ്റെ സകല വഴികളിലോ ദൈവം തൻ്റെ സകല പ്രവർത്തികളിലോ നീതിമാനാകുന്നു. കാരണം അവന് തൻ്റെ സകല സൃഷ്ടിയോടോ കരുണ തോന്നുന്നു. കണ്ടോ, നിരീശ്വരവാദിയാണെങ്കിലോ ദൈവനിഷേധിയാണെങ്കിലോ ദൈവത്തിൻ്റെ കൈക്കകത്ത് അവൻ സൃഷ്ടിക്കപ്പെട്ടതാ. ദൈവം അവനെ പണിതതാ. ദൈവം നീതിമാനാ. അവന് ചോറ് കൊടുക്കുക, അവന് വെള്ളം കൊടുക്കുക. നിരീശ്വരവാദി ആയതുകൊണ്ട് ആരെങ്കിലും വെള്ളം കിട്ടാതെ മരിച്ചിട്ടുണ്ടോ? പെന്തക്കോസുകാരെ കല്ലെറിഞ്ഞത് കൊണ്ട് ആരുടെയെങ്കിലും വണ്ടിയുടെ കാറ്റൂരിപ്പോയെന്ന് കേട്ടിട്ടുണ്ടോ? ദൈവം അത് ചെയ്യത്തില്ല. ദൈവം നീതിമാനാണെന്നേ. ദൈവം കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുക. അവൻ തൻ്റെ സകല പ്രവർത്തികളിലും നീതിമാനാണ്. ദൈവം പ്രവർത്തികളിൽ നീതിമാനാണ്. ആ നീതി ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുക. അതിൻ്റെ ഏറ്റവും പാരമ്യ ദർശനമാണ് നമുക്ക് കാൽവറിയിൽ കാണാൻ കഴിഞ്ഞത്. കർത്താവിൻ്റെ അടുക്കൽ, ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കണം, പിതാവേ എന്തിനാ യേശുനാഥനെ ഇങ്ങനെ ക്രൂരമായ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്? റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവ് അതിൻ്റെ മറുപടി നൽകുക. സ്തോത്ര. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഉടുവസ്ത്രം പോലും ഉരിയപ്പെട്ടവനായി. ആമേൻ. അറവുശാലയിലെ ഒരു മൃഗത്തിന്റെ കൈക്കുറക് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ഇരുക്കള്ളന്മാരുടെ നടുവിൽ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായി, ആരും അടുക്കാൻ അറയ്ക്കുന്നവനായി, കാരിരും വാണികളിൽ മുൾക്കിരീടം ധരിച്ചുകൊണ്ട് അവൻ അവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുകയാണ്, തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. വായിക്കാമോ ആ വേദഭാഗം മാത്രം? റോമർ 3:25. നീ ന്യായപ്രമാണം ആചരിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. റോമർ 3:25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പൊ ദൈവം നീതിമാനായത് എങ്ങനെയാണ്? അങ്ങനെ ചെയ്തു. അപ്പൊ പ്രവർത്തിയാലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നീതീകരിക്കപ്പെടുന്നത്. താൻ നീതിമാനും യേശുക്രിസ്തു മുഖാന്തരം വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതുമാകേണ്ടതിന് അവന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ ദൈവം അങ്ങനെ ചെയ്തു. ദൈവം നീതിമാനാ. തൻ്റെ പ്രവർത്തികളിൽ കൂടെ നീതിമാനാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ദൈവ നീതിമാനാ. അത് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു കാണിക്കും. അത് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു കാണിക്കും. ഇന്ന് പകൽ നീ ദൈവത്തെ വിശ്വസിച്ചിറങ്ങി പിരിച്ചവനാണോ? നീ കർത്താവിനെ പിൻപറ്റുന്നവനാണോ? നീ പ്രാർത്ഥിക്കുന്നവനാണോ? നിന്റെ കണ്ണുനീർ ദൈവത്തിൻ്റെ തുരുത്തിയിൽ വയ്ക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ അപേക്ഷകൾ അവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവൻ നീതിമാനാ. നിന്റെ ദൈവം നീതിമാനാ. അവൻ നീതിമാനാണെന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തോ. He shall prove. ദൈവം നീതിമാനാണെന്ന് പ്രദർശിപ്പിച്ചു. ഹോ, ദൈവം നീതിമാനാണെന്ന് എങ്ങനെ ദൈവം പ്രദർശിപ്പിച്ചു? ദൈവം തൻ്റെ പ്രവർത്തികളിൽ കൂടെ പ്രദർശിപ്പിച്ചു. ഇതുകൊണ്ടാണ് ദൈവം ഇസ്രായേലിൻ്റെ അടുക്കൽ ന്യായപ്രമാണം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അപ്പം ദൈവം ആഗ്രഹിച്ചത്, ഞാൻ പ്രവർത്തികളിൽ കൂടെ നീതിമാനായിരിക്കുന്നത് കൊണ്ട് ഈ എൻ്റെ ജനവും എന്ത് ചെയ്യണം? അവരുടെ പ്രവർത്തികളിൽ കൂടെ നീതിമാനായിരിക്കണം. അത് തന്നെ ദൈവം തൻ്റെ ധാർമ്മിക നിയമങ്ങളെ മനുഷ്യന് കൊടുത്തു.
രാഷ്ട്രീയ നിയമങ്ങളെ ദൈവം കൊടുത്തു, സാമൂഹിക നിയമങ്ങളെ കൊടുത്തു, ആത്മീക നിയമങ്ങളെ കൊടുത്തു. നാലായി തിരിച്ച് ന്യായപ്രമാണങ്ങളെ സീനായ് മലയുടെ മുകൾ തട്ടിൽ വെച്ച് മോശയ്ക്ക് ദൈവം നൽകിയിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കൽ പറഞ്ഞു, ഈ ന്യായപ്രമാണമൊക്കെ നീ ആചരിക്കുമെങ്കിൽ നീ ആരായിരിക്കും? നീ നീതിമാനായിരിക്കുക. അപ്പൊ ദൈവം പ്രവർത്തികളിൽ കൂടെ നീതിമാനായിരിക്കുന്നത് പോലെ മനുഷ്യനെയോ പ്രവർത്തികളാൽ നീതീകരിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷെ മനുഷ്യൻ അതിൽ എന്തു സംഭവിച്ചു? പരാജയപ്പെട്ടു. പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ട മനുഷ്യന്റെ അടുക്കലേക്ക് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഈ ദൈവപുത്രൻ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു എന്തൊക്കെ ചെയ്താലും മനുഷ്യൻ ആ പ്രവർത്തികളെ അംഗീകരിക്കത്തില്ല എന്ന് ദൈവത്തിനറിയാം. ആകയാൽ ക്രിസ്തു നീതീകരിക്കപ്പെടണമെങ്കിൽ എങ്ങനെ നീതീകരിക്കപ്പെടുകയുള്ളൂ? ആത്മാവിൽ നീതീകരിക്കപ്പെടുകയുള്ളൂ. എന്താണ് ആത്മാവിലെ നീതീകരണം? ക്രിസ്തുവിൻ്റെ ആത്മാവിലെ നീതീകരണത്തെ നാം പഠിക്കുമ്പോൾ പ്രധാനമായി 3 ഭാഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദീതീരത്ത് സ്നാനം കഴിപ്പിക്കുകയാണ്. ഞാനൊരല്പം വേഗതയിൽ മുമ്പോട്ട് പോകട്ടെ. സ്തോത്ര. യെരൂശലേമിലെ ദൈവാലയാങ്കണത്തിൽ വളർന്ന് ഒരു പുരോഹിതനായിരിക്കേണ്ടവൻ ഏഫോദും നടുക്കെട്ടും പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കിയും ധരിച്ച് സ്തോത്ര ദൈവാലയത്തിലെ യാഗപീഠത്തിലെ ചുട്ടിറച്ചി മാറ്റിവെക്കും അതിൽ നിന്ന് ഭക്ഷിക്കേണ്ടവൻ, ശബത്ത് തോറും മാറ്റിവെക്കുന്ന കാഴ്ചയപ്പത്തിന്റെ പങ്ക് ഭക്ഷിക്കേണ്ടവൻ, പൗരോഹിത്യത്തിന്റെ മേലങ്കിയും ശിരോവസ്ത്രവും ധരിച്ചുകൊണ്ട് ദൈവാലയത്തിന്റെ ശുശ്രൂഷയുടെ മനോഹാരിതയിൽ ജീവിക്കേണ്ട ലേവ്യ പൗരോഹിത്യത്തിൽ ജനിച്ച മനുഷ്യൻ. ആ മനുഷ്യന് ജനിക്കുന്നത് തന്നെ അവന്റെ അപ്പൻ ശുശ്രൂഷാവേളയിൽ ദൈവാലയാങ്കണത്തിനകത്ത് നിൽക്കുമ്പോഴാകുന്നു. എന്നാൽ ആ മനുഷ്യൻ വളർന്നു വന്നപ്പോൾ അപ്പന്റെ പൗരോഹിത്യത്തിന്റെ പാരമ്പര്യം വിട്ടിട്ട് ദൈവത്തിന്റെ നിയോഗം അറിഞ്ഞ് ഏലിയ പ്രവാചകന്റെ ആത്മാവോടുകൂടെ നടക്കാൻ തുടങ്ങി. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അരയിൽ തോൽവാറ് കെട്ടി വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ച് അവൻ മരുഭൂമിയുടെ ഏകാന്തതകളിലേക്ക് സഞ്ചരിച്ചു. അവിടെ നിന്ന് മാനസാന്തരത്തിനുള്ള പ്രസംഗത്തെ പ്രസംഗിച്ചു. സ്തോത്ര. ദൈവാലയങ്ങളിലെ താമ്രത്തൊട്ടിക്കകത്ത് കൈകാൽ കഴുകിക്കൊണ്ടിരുന്ന യഹൂദന്മാർ ഓടി വന്ന് ആസകലം മുങ്ങിക്കുളിക്കുവാൻ തക്കവണ്ണോ അവരുടെ പാപങ്ങളുടെ ബഹുത്വം മാഞ്ഞു കിട്ടേണ്ടതിന് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റോ. കയ്യും കാലും പോരാ, ആകമാനം കുളിക്കണമെന്ന് പറഞ്ഞു. അവന്റെ പ്രസംഗത്തിന് മുൻപാകെ യാതൊരു മാധുര്യവും വാത്സല്യവും ഇല്ലാതെ സർപ്പസന്തതികളെ നലറി വിളിക്കുന്ന തീഷ്ണതയുടെ പ്രവാചക ശബ്ദത്തിങ്കിലേക്ക് യഹൂദ സഹസ്രങ്ങൾ ആയിരങ്ങൾ അവിടേക്ക് നിരനിരയായി വന്ന് നിൽക്കുമ്പോൾ ഇതാ ബേത്ലഹേമിൽ ജനിച്ച നസറത്തിൽ വളർന്ന ഒരാശാരി ചെറുക്കൻ, ആ 30 വയസ്സുള്ള യൗവനക്കാരൻ ആ വരിയിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ആ വരിയുടെ എണ്ണം കുറഞ്ഞു വന്ന് യോർദാൻ നദീ തീരത്തിലേക്ക് അതാ ആ സ്നാപകന്റെ അടുക്കലേക്ക് ആ നസറത്തുകാരൻ നടന്നെടുക്കുമ്പോൾ ഈ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടിങ്ങനെ ചോദിച്ചോ, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, നീ ആരാണെന്ന് എനിക്കറിയാം. നമ്മൾ തമ്മിലുള്ള പരിചയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ കിടക്കുമ്പോൾ നിന്നെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നിന്റെ അമ്മ എൻ്റെ അമ്മയെ കാണാൻ വന്നില്ലേ? അന്ന് നീ ഗർഭത്തിൽ കിടക്കുമ്പോൾ ഞാൻ ഗർഭത്തിൽ കിടന്ന് തുള്ളിയ അന്നത്തെ ബന്ധവാ നമ്മൾ തമ്മിൽ. കണ്ടുപരിചയമല്ല, കേട്ടുപരിചയമല്ല, ആത്മാവിൻ്റെ ബന്ധം എനിക്കും നിനക്കും തമ്മിലുണ്ട്. നീ ആരാണെന്ന് എനിക്കറിയാം. ജനം മുഴുവൻ വന്നു നിൽക്കുന്നത് എൻ്റെ സ്നാനമേൽക്കാനാണ്. പക്ഷെ ഞാനൊന്ന് പറയാ, നീ എന്നെ സ്നാനപ്പെടുത്തണോ? അപ്പോൾ യേശു യോഹന്നാന്റെ അടുക്ക പറഞ്ഞു, യോഹന്നാനെ, നീതീകരണം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ഞാൻ നിന്റെ കൈക്കീഴ് സ്നാനമേൽക്കണം. അമ്മേ, നിന്റെ കൈക്കീഴ് ഞാൻ സ്നാനമേറ്റാൽ ഇവിടെ ഒരു നീതീകരണ പ്രവൃത്തി ഉണ്ടാകുക. അപ്പൊ യോഹന്നാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിന്റെ വാക്കിന് ഞാനത് ചെയ്യാം. യേശു കർത്താവ് യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു. സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ മത്തായി സുവിശേഷം 3:17 അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആമേൻ. വെള്ളത്തിൽ നിന്ന് കരയേറുന്ന ഉടനെ ആകാശം പിളരുകയാണ്. ആകാശം പിളർന്നിട്ട് ആകാശത്തിൽ നിന്നൊരു പ്രാവ് ഇറങ്ങി വരികയാണ്. സ്തോത്ര. ആകാശത്തിൽ നിന്നൊരു പ്രാവ് ഇറങ്ങി വന്നു. ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന പ്രാവിന്
ഭൂമിയിൽ ഇരിക്കാൻ വിശുദ്ധമായ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. പ്രാവിനൊരു പ്രത്യേകതയുണ്ട്. പ്രാവ് ഏറ്റവും വിശുദ്ധമായതിലെ ഇരിക്കത്തുള്ളൂ. ഒരു മരക്കൊമ്പിൽ നിന്ന് പറന്നു വരുന്ന പ്രാവ് വിശുദ്ധ ഇടം തേടുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രാവ് ഏറ്റവും വിശുദ്ധമായതിലെ ഇരിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പ്രാവ് എവിടെയായിരിക്കും ഇരിക്കേണ്ടിയത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രാവിനെ ഹന്നാവും കയ്യഫാവും കണ്ടെങ്കിൽ പറഞ്ഞേനെ, ഇപ്പോ ആ പ്രാവ് യെരൂശലേമിന്റെ ദൈവാലയത്തിന്റെ മട്ടുപ്പാവിൽ വന്ന് നിൽക്കുമെന്ന്. പക്ഷേ നിരന്തരം യാഗങ്ങളും ഹോമങ്ങളും നടക്കുന്ന, വഴിപാടുകളും നീരാജനവും നടക്കുന്ന യെരൂശലേമിന്റെ ദൈവാലയത്തിലേക്ക് ആ പ്രാവ് ഇറങ്ങി വന്നില്ല. അവിടുത്തെ ഒരു പുരോഹിതന്റെ മേലോ പ്രാവ് ഇറങ്ങി വന്നില്ല. പകരം യോർദാൻ നദീതീരത്തേക്ക് ആ പ്രാവ് ചിറക് വിരിച്ചു വന്നു. എന്നിട്ട് യേശുവിന്റെ മുകളിലേക്ക് ആ പ്രാവ് വന്നിരുന്നു. അപ്പോൾ ആ പ്രാവ് പറയുകയായിരുന്നു, ഇവൻ പരിശുദ്ധനാണ്, ഇവൻ പരിശുദ്ധനാണ്, ഇവൻ പരിശുദ്ധനാണ്. ഉലകത്തിൽ ഇതുപോലെ വിശുദ്ധമായി ഒരു സ്ഥലമില്ല. യേശു വിശുദ്ധനാണെന്ന് ലോകത്തിൽ ആരും പറഞ്ഞില്ല. യേശു വിശുദ്ധനാണെന്ന് സ്വർഗം തുറന്ന് ആത്മാവ് പറയുകയാണ്. He is holy, he is holy, he is holy. യെശയ്യാ പ്രവാചകൻ ദൈവത്തെ കണ്ടു. യെശയ്യാ പ്രവാചകൻ കണ്ടത് ദൂതന്മാര് പറയുകയാണ്, എന്ത്? He is holy, holy, holy. ദൈവം പരിശുദ്ധനാണെന്ന് ആര് പറഞ്ഞതാ? യെശയ്യാവ് കേട്ടത്, ദൂതൻ പറഞ്ഞത്. പക്ഷെ യേശു പരിശുദ്ധനാണെന്ന് ദൂതനാണോ പറഞ്ഞേ? അല്ല. മനുഷ്യനാണോ പറഞ്ഞേ? അല്ല. ദൈവം തന്റെ സാക്ഷ്യം പറഞ്ഞു യേശു വിശുദ്ധനാണെന്ന്. അതാ ആത്മാവിൽ നീതീകരിക്കപ്പെടുക. അടുത്തതായി ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആ ശബ്ദം കേട്ടപ്പോൾ ഏറ്റവും വാവിട്ട് പൊട്ടിക്കരഞ്ഞത് ആരായിരിക്കുമെന്നറിയാമോ? മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരിക്കും. അവൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, എൻ്റെ അറയ്ക്കകത്ത് വന്ന്, എൻ്റെ രഹസ്യത്തിൽ വന്ന് നീ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രസവിച്ച ആൺകുട്ടി വിശുദ്ധ പ്രജയാണെന്ന് പലരും വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞത് കെട്ടുകഥയാണെന്ന് പലരും സംശയം പറഞ്ഞു. പക്ഷേ അത് ദൈവപുത്രനാണെന്ന് ആത്മാവ് സാക്ഷ്യം പറഞ്ഞു. ഇതാണ് ആത്മാവിൽ നീതീകരിക്കപ്പെടുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, ആത്മാവ് നിന്റെ നീതീകരണമാണ്. ആത്മാവിൽ അവൻ നീതീകരിക്കപ്പെട്ടോ. പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ ഇറങ്ങി യേശുവിന്റെ മേലിറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യോസഫ് അല്ലിവന്റെ അപ്പ്, തച്ചൻ അല്ലിവന്റെ അപ്പ്, ആശാരി അല്ലിവന്റെ അപ്പ്, ദാവീദിന്റെ കുലത്തിൽ ഒരുത്തനും അല്ലിവന്റെ അപ്പ്. ഇവൻ എൻ്റെ മകന്. മറിയയുടെ ഉദരത്തിൽ ഇവൻ ഉളവായത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, മനുഷ്യന്റെ ബീജത്താലല്ല, പകരമോ അവൻ എൻ്റെ പുത്രനാണ്. പരിശുദ്ധാത്മാവാണ് മറിയത്തിന്റെ മേൽ നിഴലിട്ടത്. ഞാനാണ് അവന്റെ അപ്പൻ. ഇവിടെ യേശു മാത്രമല്ല നീതീകരിക്കപ്പെട്ടത്, യേശുവിൻ്റെ അമ്മ മറിയവും കൂടെ നീതീകരിക്കപ്പെടുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആമേ. ആത്മാവിൽ ക്രിസ്തു നീതീകരിക്കപ്പെട്ടോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ ദൈവം നിനക്ക് നൽകിയ പരിശുദ്ധാത്മാവ് അത് നിന്നെ നീതീകരിക്കുന്നതാണ്. യോർദാന്റെ തീരത്ത് ആത്മാവിൽ ക്രിസ്തു നീതീകരിക്കപ്പെട്ടോ. എൻ്റെ സഹോദരങ്ങളെ, എന്നാൽ ഇവിടെ അത് അവസാനിക്കുന്നില്ല. വീണ്ടും നാളുകൾ കഴിഞ്ഞുപോയി. യേശു കർത്താവിന്റെ ശുശ്രൂഷ വേളയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായി 3 ഭാഗങ്ങളിലാണ് യേശു ആത്മാവിൽ നീതീകരിക്കപ്പെടുന്നത്. ഒന്ന്, ഒരു സംശയത്തിന്റെ നിഴലിനകത്ത് യേശു നിൽക്കുമ്പോൾ, സ്തോത്ര, യേശുവിന് വേണ്ടി സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് യേശുവിൻ്റെ മേൽ ഇരുന്നിട്ട് യേശുവിനെ നീതീകരിക്കുകയാണ്. ആത്മാവ് നീതീകരിക്കാൻ തുടങ്ങിയാൽ സ്വർഗം തുറക്കും. ആത്മാവ് നീതീകരിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങും. രണ്ടാമത്, ആത്മാവിൻ്റെ നീതീകരണം എന്ന് നാം പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഏതാണ്ട് മരണദിനത്തോട്
അടുത്ത് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിന്റെ വീട്ടിലേക്ക് യേശു കടന്നുപോയി. ഏതാണ്ട് പെസഹയ്ക്ക് 6 ദിവസം മുൻപാകുന്നു. സ്തോത്ര. അവിടെ യേശു ആ ബെഥാനിയിലെ ലാസറിന്റെ വീട്ടിലിരിക്കുമ്പോൾ മാർത്ത യേശുവിനിങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മറിയ മുറിയിലേക്ക് കടന്നുപോയി വിലയേറിയ ഒരു സ്വച്ഛ ജഡാമാംസ തൈല ഒരു റാപ്പൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി അവനുടെ തലമുടി കൊണ്ട് യേശുവിൻ്റെ കാല് തുവർത്തി. ഇതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് ഹിമാലയ സാനുക്കളിൽ നിന്ന് കൊണ്ടുപോകുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ വില കൂടിയ തൈലമെന്നാണ് പറയുന്നത്. സ്തോത്ര. ആയിരക്കണക്കിന് വിലയുള്ളതായിട്ടുള്ള സ്തോത്ര ഈ സുഗന്ധവർഗത്തെ യേശുവിന് വേണ്ടി അവിടെ കൊടുക്കുകയാണ്. ഈ സമയത്ത് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ശിഷ്യന്മാരിൽ ഒരുത്തനായ ഇസ്കോരിയാത്താവ് യൂദ അതിനെ കണ്ടിട്ടിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമല്ലോ. പുള്ളിക്കാരൻ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ കഷ്ടപ്പെട്ട് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഈ മഹാപുരോഹിതന്മാരുടെ അടുക്ക 10 വട്ടം പോയി മന്ത്രിസഭ കൂടി ഇത്രയും ഞാൻ ഇക്ഷാ വരച്ചിട്ട് എനിക്ക് എത്ര രൂപ കിട്ടുന്നേ? 30 വെള്ളിക്കാശ്. അന്നേരം ഈ പെങ്കൊച്ച് എന്തോ ചെയ്യുന്നത്? 300 വെള്ളിക്കാശിൻ്റെ സാധനം നശിപ്പിച്ച് കളയുന്നത്. ഞാൻ 30 വെള്ളിക്കാശ് ഉണ്ടാക്കാൻ കിടന്ന് വിടുന്ന പാട് എനിക്കറിയാം. ഇവള് കണ്ട് 300 വെള്ളിക്കാശ് വെറുതെ നശിപ്പിച്ച് കളയുന്നു. പണത്തോടുള്ള എല്ലാം പണത്തിനകത്താണ്, ബിസിനസ് മൈൻഡാണ്, പണത്തിനകത്ത് ലാഭനഷ്ടക്കണക്കാണ്. ഇങ്ങനെ ഇസ്കോരിയാത്താവ് ലാഭനഷ്ടക്കണക്കിനകത്തിരിക്കുമ്പോൾ അങ്ങനെ മനസ്സിനകത്ത് ചിന്തിക്കുകയാണ്. സ്തോത്ര. അതിൻ്റെ 6-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ യൂദായോട് കലിപ്പ് കയറിയിട്ട് പറയാ, അവൻ ദരിദ്രന്മാരെ കുറിച്ചുള്ള വിചാരം കൊണ്ടല്ല, അവൻ കള്ളനാകെ കൊണ്ടോ പണസഞ്ചി അവൻ്റെ കയ്യിലാകെ കൊണ്ടോ അവൻ അതിൽ നിന്ന് എടുത്തത് കൊണ്ടോ അങ്ങനെ എഴുതിയത്. യോഹന്നാൻ്റെ തീവ്രമായ ഭാഷ നമുക്കതിൽ കാണാം. അവൻ കള്ളനാകെ കൊണ്ടോ അവൻ്റെ കൈ പണസഞ്ചി വെച്ചിട്ട് അവൻ അതിനകത്തുനിന്ന് മോട്ടിച്ചത് കൊണ്ടോ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ഇങ്ങനെ യോഹന്നാൻ തീവ്രമായിട്ട് എഴുതുകയാണ്. അപ്പോൾ ഇവിടെ യേശു, ഞാൻ ഒറ്റ വാക്കിൽ പറയാം, യേശു ബെഥാനിയിലെ ലാസറിൻ്റെ വീട്ടിൽ വിമർശിക്കപ്പെടുകയാണ്. യേശു വിമർശിക്കപ്പെടുകയാണ്. യേശുവിന് വേണ്ടി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്നും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് എന്താണെന്നറിയാമോ? സുവിശേഷത്തിന് വേണ്ടി ചെലവിട്ടാൽ വിമർശിക്കപ്പെടും. സുവിശേഷത്തിന് വേണ്ടി ചെലവഴിച്ചാലൊക്കെ ഈ വെറും ചെലവെന്തിന്? സുവിശേഷത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ വിമർശിക്കപ്പെടുകയാണ്. എന്നിട്ട് ഇതിനെ സാധൂകരിക്കാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഇവാഞ്ചലിസത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനെക്കാട്ടിലും ചാരിറ്റിക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. ഈ കള്ള പാസ്റ്റർമാർക്കൊക്കെ കൊടുക്കാതെ വല്ല പാവങ്ങൾക്കും കൊടുക്കണമെന്നേ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, യൂദയാണ് ഇത് ആരംഭിക്കുന്നത്. യൂദയുടെ സിദ്ധാന്തമാണ് കള്ള പാസ്റ്റർമാർക്കൊക്കെ കൊടുക്കാതെ വല്ല പാവങ്ങൾക്കും കൊടുക്കണമെന്നേ, വല്ല നന്മയുണ്ടാകുന്നു ഇവന്മാർക്കൊക്കെ കൊടുത്ത്. ശരിയല്ലേ? 300 കാശ് വെള്ളിക്കാശ് വിലയുള്ള ഒരു രാത്രി സ്വച്ഛ ജഡാമാംസി തൈലം, ഇമ്പോർട്ടഡ് സാധനം, ഹിമാലയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ജെറുസലേമിൽ കൊണ്ടുപോയത്. അത് ഇവരുടെ വീട്ടിലെ സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച്. അപ്പനില്ല, അമ്മയില്ല, കല്യാണം കഴിക്കാത്ത 2 പെമ്പിള്ളാരും ഒരു ആങ്ങളച്ചെറുക്കന്. 300 വെള്ളിക്കാശുണ്ടെങ്കിൽ ഒരു മുറി ഇറക്കി കല്യാണം നടത്താൻ നോക്കണ്ടേ? അല്ലേ ആ പെങ്കൊച്ചിനെ കെട്ടിക്കാൻ നോക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ ഇവൾ യേശുവിൻ്റെ കാലേ പൂശി, എന്നിട്ട് അവിടെ ഒരു ടവല് പോലും ഇല്ലാത്തതുപോലെ ഇവള് മുടി അഴിച്ച് അതുകൊണ്ട് കർത്താവിൻ്റെ തലയുന്തി വർത്തി. ഇതൊക്കെ കണ്ട ആർക്കായാലും ചൊറിച്ചിൽ വരത്തില്ലയോ? യൂദായക്കിടെ 4 ഇരട്ടി ചൊറിച്ചിൽ നമുക്ക് വന്നേനെ. യൂദ ഒന്നും പറഞ്ഞില്ല, നമ്മളായിരുന്നേ അന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയേനെ. ഈ വിമർശനങ്ങളുടെ മുമ്പിൽ യേശു നിൽക്കുകയാണ്. എന്നാൽ ഈ വിമർശനങ്ങളുടെ മുമ്പിൽ കർത്താവ് ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു കർത്താവ് അധികമായി ഒന്നും സംസാരിക്കുന്നില്ല. അതിനുശേഷം അവിടെ തുടങ്ങി യേശു കർത്താവ് ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുന്ന് യേശു കർത്താവ് രാജകീയ പ്രവേശനം കഴിഞ്ഞു. എന്നാൽ യേശു കർത്താവിൻ്റെ മനസ്സ് ഭയങ്കരമായി കലങ്ങുകയാണ്. അതിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 27-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കണ്ടോ, യേശുവിടെ ഉള്ളം കലങ്ങുകയാണ്.
നീണ്ട 3 വർഷം അതിശക്തമായ ശുശ്രൂഷ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ച്, കാറ്റിനെ അടക്കി, കടലിനെ ശാന്തമാക്കി, മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത സകല അത്ഭുതങ്ങളും ചെയ്ത് ഇപ്പോൾ പിതാവിൻ്റെ ഹിതത്തിൻ്റെ നിവർത്തീകരണത്തിൻ്റെ വാതിൽക്കൽ വന്ന്, നാഴികയിൽ വന്ന് നിൽക്കുന്ന യേശു ഉള്ളം കലങ്ങി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം എൻ്റെ ദൈവമക്കളോട് പറയാം. എത്ര കൃപയുണ്ടെങ്കിലും, എത്ര അഭിഷേകമുണ്ടെങ്കിലും, എത്ര വിശ്വാസമുണ്ടെങ്കിലും, എത്ര വിശുദ്ധിയുണ്ടെങ്കിലും ജീവിതത്തിൽ ഉള്ളം കലങ്ങുന്ന ചില നാഴികകൾ കടന്നു വരും. ആ ഉള്ളം കലങ്ങുന്ന വേളയിൽ യേശു പച്ചയ്ക്ക് പിതാവിനോട് പറയാം, കർത്താവേ, എൻ്റെ ഉള്ളം കലങ്ങി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളം കലങ്ങിയാൽ നമ്മൾ കർത്താവിനോട് അത് പറയണം. കർത്താവേ, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ക്ഷീണിച്ച് പോയി. കർത്താവേ, ഞാൻ അധൈര്യപ്പെട്ടു. കർത്താവേ, എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, എൻ്റെ മനസ്സ് എവിടെയൊക്കെയോ ഇടറുകയാ. യേശു പച്ചയ്ക്ക് പറയാം, കർത്താവേ, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ വേദന അതുപോലെ അപ്പൻ്റെ അടുക്ക പറഞ്ഞു. എന്നിട്ട് പറയാം, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നെങ്കിലും ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ മുമ്പിലെ പർപ്പസ് എനിക്കറിയാം. ഞാൻ ആരംഭത്തിങ്കൽ പറഞ്ഞില്ലേ, ഹിതത്തിൻ്റെ മർമ്മം. എഫെസ്യ ലേഖനം 3-ാം അധ്യായം, ഹിതത്തിൻ്റെ മർമ്മം. എന്നിട്ട് യേശു പറയുക, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അടുത്ത വാക്ക് ഭൂമിയിൽ നിന്നല്ല ഉണ്ടായത്. യേശു ഭൂമിയിൽ നിന്ന് പറഞ്ഞു, പിതാവേ, മഹത്വപ്പെടുത്തണമേ. അടുത്ത വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായെന്നറിയാവോ? 28-ാം വാക്യം. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. ഇനിയും മഹത്വപ്പെടുത്തും എന്ന് ഒരു ശബ്ദം ഉണ്ടായി. യേശുവിൻ്റെ ഉള്ളം കലങ്ങി. ഉള്ളം കലങ്ങിയപ്പോൾ എവിടെ നിന്നാ ശബ്ദം ഉണ്ടായത്? ഉള്ളം കലങ്ങിയപ്പോൾ എവിടെ നിന്നാ ശബ്ദം ഉണ്ടായത്? സ്വർഗത്തിൽ നിന്ന്. ഇന്ന് രാത്രി ആത്മാവിൻ്റെ നീതീകരണത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പറയാം. നിന്റെ പ്രതിസന്ധികളിൽ മറുപടി വരുന്നത് ഭൂമിയിൽ നിന്നല്ല. നിന്റെ സങ്കടങ്ങളിൽ മറുപടി വരുന്നത് ഭൂമിയിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. നിന്റെ വേദനയിൽ നിന്റെ ഫോൺ റിങ് ചെയ്യത്തില്ല. നിന്റെ സങ്കടത്തിൽ നിന്റെ ഉറ്റവരും ഉടയവരും നിന്നെ ഒന്ന് ഫോൺ ചെയ്യത്തില്ല, നിനക്ക് വേണ്ടി സംസാരിക്കത്തില്ല. പക്ഷേ ഈ രാത്രി നീ തിരിച്ചറിയണം, നിന്റെ ഉള്ളം കലങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആത്മാവിന്റെ നീതീകരണം. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ആ ശബ്ദം അടുത്തു നിൽക്കുന്നവർ കേട്ടു. അവർ പറയുകയാണ്, ഒരു ഇടി ഉണ്ടായി എന്ന് പറയുകയാണ്. ഒരു ഇടി ഉണ്ടായി. പക്ഷെ മറ്റവരെന്താ പറയുന്നറിയാവോ? ഇടി അല്ല, അത് ദൈവദൂതൻ ഇറങ്ങി വന്നതാണെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആത്മാവിൻ്റെ നീതീകരണ. മനുഷ്യൻ നിന്നെ വിമർശിക്കുമ്പോൾ, ലോകം നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, സ്നേഹിതരും സുഹൃത്തുക്കളും നിന്റെ നേരെ മൗനമാകുമ്പോൾ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകുക. ആ ശബ്ദ ഇടി മുഴങ്ങുന്നത് പോലെ ആയിരിക്കും. ദൂതൻ ഇറങ്ങി എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, എനിക്ക് വേണ്ടി ആത്മാവിൽ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. 30-ാം വാക്യത്തിൽ യേശു ഒരു കാര്യം പറഞ്ഞു. ഇപ്പോ സ്വർഗത്തിൽ നീ ശബ്ദം ഉണ്ടായതേ, അമ്മേ, എന്നെ ബലപ്പെടുത്തേണ്ടതിനല്ല, എന്നെ ധൈര്യപ്പെടുത്തേണ്ടതിനല്ല, പകരം എന്നെ വിമർശിക്കാൻ, എന്നെ ആക്ഷേപിക്കാൻ, എന്നെ പരിഹസിക്കാൻ ഒരു കൂട്ടർ എനിക്ക് ചുറ്റും നിൽപ്പില്ലേ? അവരുടെ നടുവിൽ എൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടെന്ന്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നീതിമാനാണെന്ന് അത് വെളിപ്പെടുത്തുവാനാണ് എൻ്റെ ദൈവം ഈ ശബ്ദം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ആത്മാവിന്റെ നീതീകരണ. ലോകത്തിന്റെ വിമർശനങ്ങൾക്ക്, ലോകത്തിന്റെ പരിഹാസങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്നതാണ്. അഗ്നിയുടെ നടുവിൽ നാലാമൻ ഒരുവൻ നടക്കുന്നത് തീയിൽ നടക്കുന്ന ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അറിഞ്ഞുവെന്നതിനെ കാട്ടിലോ അവിടെ സിംഹാസനത്തിലിരുന്ന നെബൂഖദ്നേസർ ചോദിക്കുക, നമ്മൾ 3 പേരെ അല്ലേ തീയിലിട്ടത്? ഇതാ നാലാമതൊരുവൻ. അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു.
ഇന്ന് രാത്രി നീ അറിയണോ, നിനക്ക് വേണ്ടി ആത്മാവിൽ നീതീകരിക്കുക. നിന്റെ നീതി സംബന്ധിച്ച് നിനക്ക് വേണ്ടി ആരും വായി തുറക്കാതിരിക്കുമ്പോൾ, നിന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ച് ലോകത്തിൽ ഒരുത്തനും അറിയാതിരിക്കുമ്പോൾ, നിന്റെ പരമാർത്ഥതയ്ക്ക് ആരും സാക്ഷ്യം പറയാതിരിക്കുമ്പോൾ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ, തീയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വരുവാൻ, സിംഹങ്ങളുടെ വായടയ്ക്കാൻ ആ ഗുഹയിൽ ഇറങ്ങി വരുവാൻ ഈ രാത്രി നീ വിശ്വസിക്ക്. അതാണ് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടോ. ഈ രാത്രി ഇതിനകത്ത് ദൈവം ചിലരെ ആത്മാവിൽ നീതീകരിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി നീതിയുടെ സർട്ടിഫിക്കറ്റ്, നിനക്ക് വേണ്ടി ഒരു ജസ്റ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒരു കോടതിയല്ല, ഒരു സംഘടനയല്ല, ഒരു കമ്മിറ്റിയല്ല, ഒരു കൂട്ടുകുടുംബക്കാരല്ല. The Holy Spirit from heaven, a justification report. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, എ ജസ്റ്റിഫിക്കേഷൻ റിപ്പോർട്ട് ഫ്രം ഹെവൻ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എ ജസ്റ്റിഫിക്കേഷൻ റിപ്പോർട്ട് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്ന് ഒരു ജസ്റ്റിഫിക്കേഷൻ റിപ്പോർട്ട്. ഇടി മുഴങ്ങുന്നത് പോലെ, ദൂതൻ ഇറങ്ങുന്നത് പോലെ. അന്ന് ജസ്റ്റിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പിതാവ് ഒരു കാര്യം കൂടെ പുത്രൻ്റെ അടുക്ക പറഞ്ഞു. എന്താണെന്നറിയോ? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി ഒരു സംഗതിയും കൂടെ ഉണ്ട്. മോനെ, ഞാൻ യോർദാൻ്റെ തീരത്ത് വെച്ച് നിന്നെ നീതീകരിച്ചു ആത്മാവിൽ. 2 വിമർശകരുടെ മുമ്പാകെ ഞാൻ നിന്നോടൊരു രഹസ്യം പറഞ്ഞു, അവരത് ഇടിപോലെ കേട്ടു. ഇനി ഞാൻ ഒന്നും കൂടെ ചെയ്യും മോനെ. എൻ്റെ നീതീകരണം നിനക്ക് വേണ്ടി വെളിപ്പെടും. ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും. യേശുവിന് അറിയാമായിരുന്നു, നാഴികയിൽ പിന്നെയും പിതാവ് നീതീകരണം സംബന്ധിച്ച് ചിലത് ചെയ്യുമെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സാഹചര്യം ഭയങ്കര പ്രക്ഷുബ്ധമാണ്. ഇതാ ഗോൽഗോത്തയുടെ ഗിരിമുകളിൽ യേശുനാഥൻ കാൽവറിയിൽ കിടക്കുകയാണ്. പച്ചമരക്കുരിശിനോട് ചേർത്തടിച്ച ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ആ കുരിശിനകത്ത് ചേർന്ന് കിടക്കുന്ന യേശുനാഥൻ ഊർദ്ധശ്വാസം വലിക്കുന്ന നിമിഷങ്ങളിലേക്ക് അടുത്തു വരുന്നു. ഇതാ ആ കുരിശിന്റെ ഇടത്തെ ഭാഗത്ത് കിടക്കുന്ന കള്ളൻ ക്രൂരമായി യേശുവിനെ പരിഹസിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് കിടക്കുന്ന കള്ളൻ ആ മറ്റേ കള്ളനെ നോക്കിയിട്ട് ചോദിച്ചോ, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്, പക്ഷെ ഈ മനുഷ്യൻ തിന്മയായതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് യേശുവിനെ നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു, മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു രാജ്യത്വമല്ല നിന്റേത്. നിന്നെ റോമാക്കാര് ക്രൂശിച്ചാല്, നിന്നെ യഹൂദന്മാര് കല്ലെറിഞ്ഞാല്, നിന്നെ ന്യായശാസ്ത്രിമാര് നശിപ്പിക്കാൻ ശ്രമിച്ചാല്, എനിക്കൊരു കാര്യം അറിയാം, ഈ മരണത്തിന് നശിപ്പിക്കാൻ കഴിയാത്ത ഒരു രാജ്യത്തെ നിനക്കുണ്ട്. നീ മരണത്തെ ജയിക്കുമെന്നറിയാം. യേശുവേ, നീ ക്രൂശിൽ ഒതുങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഈ ക്രൂശ് നിന്റെ അവസാനമല്ലെന്ന് എനിക്കറിയാം. കർത്താവേ, നീ പീലാത്തോസിന്റെ മുമ്പിൽ മിണ്ടാതിരുന്നത് നീ പൊട്ടനായിട്ടല്ലെന്ന് എനിക്കറിയാം. നീ മരക്കുരിശും ചുമന്ന് ഗബത്തയിൽ നിന്ന് ഗോൽഗോത്തയിൽ കയറി വന്നത് ഗതികെട്ടവനായിട്ടല്ലെന്ന് എനിക്കറിയാം. നീ രാജാവാ, നീ രാജ്യത്വം പ്രാപിക്കുമെന്ന് എനിക്കറിയാം. ഈ മരണത്തിനപ്പുറം നിനക്കൊരു സിംഹാസനമുണ്ടെന്ന് എനിക്കറിയാം യേശുവേ. എന്നിട്ട് അവൻ അവൻ്റെ ഒറ്റ വാക്കിനകത്തുണ്ട്, എൻ്റെ സഹോദരങ്ങളെ, ആ മനുഷ്യൻ്റെ വിശ്വാസമേ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്ക പറയുക, റോമാ ഗവൺമെന്റ് ക്രൂശിച്ചു കൊന്ന ആ ക്രൂശിൽ കിടക്കുന്ന കുറ്റവാളി എന്ന മേലെഴുത്തോടുകൂടി കിടക്കുന്ന ആ യേശുവിൻ്റെ അടുക്കൽ ഇപ്പുറത്ത് കിടക്കുന്നവൻ പറയാ, നീ രാജാവായിട്ട് വരുമ്പോ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമെന്ന്. എന്തോ വിശ്വാസമാ കണ്ടോ. പീലാത്തോസ് ക്രൂശിക്കാൻ വിധിച്ച ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെ ഗോൽഗോത്തയിൽ കിടക്കുന്ന, തിരിച്ചൊരു വാക്കുപോലും പറയാതിരുന്ന, അറുക്കുവാൻ കൊണ്ടുപോകുന്നിടത്തൊരു മൃഗം പോലെ, ഊരിയാടാ മൃഗം പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ, ഒരു കറുക്കുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ ഗോൽഗോത്തയിൽ കയറി വന്ന് വസ്ത്രം ചീട്ടിട്ട് പറിച്ചെടുത്ത് താടി രോമങ്ങൾ പിഴുതെറിച്ച് മുഷ്ടികുത്തി ഇടിച്ച് തലയിൽ മുൾക്കി
മുൾക്കിരീടം അടിച്ചു പറിച്ച് ശരീരം ഉഴവുചാൽ പോലെ കീറിയ ആ വികൃത കോലത്തെ നോക്കിയിട്ട് പറയുക, നീ രാജാവായിട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തോ വിശ്വാസമാ, എന്തോ ഉറപ്പാ, എന്തോ ധൈര്യമാ. യേശു അത്ഭുതം ചെയ്തപ്പോഴല്ലേ ഈ മനുഷ്യൻ പറഞ്ഞേ? യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോഴല്ലേ ഈ മനുഷ്യൻ പറഞ്ഞത്? യേശു ദൈവരാജ്യം പ്രസംഗിച്ചപ്പോഴല്ലേ ഈ മനുഷ്യൻ പറഞ്ഞത്? പീലാത്തോസ് ക്രൂശിൽ കിടന്നപ്പോഴാ ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ അത് പറഞ്ഞത്. നീ രാജാവായിട്ട് വരുമെന്ന് എനിക്കറിയാം, നീ രാജാവായിട്ട് വരുമെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതൽ അവൻ്റെ കഷ്ടതകളെ നോക്കി ഇത് അവസാനിച്ചുവെന്ന് പറയരുത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കി ഇവൻ രാജാവായി കയറി വരുമെന്ന് പറഞ്ഞ ആ കള്ളനെ പോലെ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ അസാധാരണത്വത്തെ നീ ഏറ്റെടുക്കുമോ? യേശു അവനോട് പറഞ്ഞു, ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നോടുകൂടെ, ഞാൻ നിന്നെ ഓർത്തുകൊള്ളണമെന്നല്ലേ പറഞ്ഞത്? നീ അവിടെ വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പറുദീസയിലിരിക്കാം. ഇന്ന് രാത്രി നമുക്ക് പറുദീസയിലിരിക്കാം. എന്തുവെന്നറിയോ? ഇവൻ പറഞ്ഞത്, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചൊക്കെ വരുന്ന നാളിൽ എന്നെ അങ്ങോട്ട് ഓർക്കണമെന്നാ. കർത്താവ് പറഞ്ഞു, നീ അവിടെ വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് രാത്രി we shall meet again in the paradise. പൈശാചിക മണ്ഡലങ്ങൾ, പാതാള വേതാള ശക്തികൾ പ്രാണനെ കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അവന്റെ പ്രാണന്റെ മേളിൽ അധികാരമിണ്ടിട്ട് യേശു പറഞ്ഞു, ഇന്ന് രാത്രി we shall meet again in the paradise. ആമേൻ. യേശു അവനോടൊരു കാര്യം പറഞ്ഞു. നമ്മൾ തമ്മിലൊരു റിലേഷൻ ആരംഭിച്ചു. ഇന്ന് എന്നെ അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയെ കൊണ്ടുവെക്കും, നിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. പക്ഷേ ഇന്ന് രാത്രി we shall meet again. നമുക്ക് ഒരുമിച്ച് പറുദീസയിലിരിക്കാം. ഇന്ന് നീ ക്രൂശിൽ കിടക്കുകയാണ്, 3 ആണിമേല ഞാനും നീയും. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പറുദീസയിലിരിക്കും. we shall meet again. ഇത് പറഞ്ഞതിന് ശേഷം 6-ാം മണി നേരം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. 9-ാം മണി വരെ എന്ന് പറഞ്ഞാൽ 3 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി തുടങ്ങി വൈകിട്ട് 3 മണി വരെ ഭയങ്കര ഇരുട്ട് ദേശത്ത്. ആ സമയത്ത് ദൈവാലയത്തിലെ നടുശീല മേൽതൊട്ട് കീഴ് വരെ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്നുറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ട് എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, യേശു പ്രാണനെ വെടിയുമ്പോൾ അവിടെ ഒരു ശതാധിപൻ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിലോ ചരിത്രത്തിലോ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ചു. ആകാശത്തിൻ്റെ നടുത്തട്ടിൽ നിന്ന് സൂര്യൻ 12 മണിക്ക് ലൈറ്റ് ഓഫാക്കി കളഞ്ഞു. നിന്നണിപ്പി പവർ കട്ടടിക്കുന്നത് പോലെ ദൈവാലയത്തിൻ്റെ തിരശീല, മനുഷ്യൻ എത്തിപ്പെടാൻ കഴിയാത്ത ഉയരത്തിൽ നിൽക്കുന്ന തിരശീല മുകളിൽ നിന്നിങ്ങനെ 2 കൈക്ക് വലിച്ചു കീറിക്കളഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. യേശു നീതിമാനാണെന്ന് ശതാധിപൻ പറയിക്കുവാൻ തക്കവണ്ണം ദൈവം സൂര്യനെ ഓഫ് ചെയ്തെങ്കിൽ, ദൈവാലയത്തിൻ്റെ അകത്ത് കയറി നടുശീല കീറിക്കളഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ നീതീകരിക്കാൻ വേണ്ടി ദൈവം പ്രപഞ്ചത്തോട് സംസാരിക്കും. നിന്നെ നീതീകരിക്കാൻ വേണ്ടി ദൈവം പ്രപഞ്ചത്തോട് സംസാരിക്കും. ഇതാണ് ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. യേശു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടത് പ്രധാനമായി 3 ഇടങ്ങളിലാണ് തൻ്റെ ഐഹിക ജീവകാലത്ത്. 1, സ്തോത്രം, യേശു കർത്താവിൻ്റെ സ്നാനത്തിൽ. 2, യേശു കർത്താവ് വിമർശിക്കപ്പെടുമ്പോൾ. 3, യേശു കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ. എന്നാൽ ഇതിനെക്കാട്ടിൽ എല്ലാറ്റിലും ഉപരിയായി ആത്മാവിനാൽ യേശു നീതീകരിക്കപ്പെട്ടത് യേശു കർത്താവ് അരിമത്തിയിലെ കല്ലറയിൽ നിന്ന് പുറത്തു വരുമ്പോൾ, സ്തോത്ര, യോസഫിൻ്റെ കല്ലറയിൽ നിന്ന്
ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം സൂര്യൻ ഉദിക്കും മുമ്പ് റോമ ഗവൺമെന്റിന്റെ മുദ്രണവും പടയാളികളെയും അകറ്റി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് ഉരുട്ടി മാറ്റുവാൻ കഴിയാത്ത വലിയ കല്ലിനെ ഉരുട്ടി മാറ്റി ശീലകളും റൂമാലും കാൽക്കലും തലയിൽക്കലുമായി ചുരുട്ടി വെച്ചിട്ട് അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റോ, ശിഷ്യന്മാരോട് പുറപ്പെട്ട് ഗലീലയ്ക്ക് പോകുവേൻ, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ ജയിച്ച് കല്ലറകളെ ശൂന്യമാക്കി കല്ലുകളെ ഉരുട്ടി മാറ്റി യേശുനാഥൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആത്മാവാകുന്നു, ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടോ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നോ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടപ്പോൾ ഇടിയുണ്ടായി. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടപ്പോൾ സൂര്യൻ ഇരുണ്ടോ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടപ്പോൾ മരണം കീഴടങ്ങി, കല്ലറ തുറന്നോ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം: യേശു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നോ. 2, യേശു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടപ്പോൾ ഇടി മുഴങ്ങി. 3, യേശു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. 4, യേശു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടപ്പോൾ മരണം കീഴടങ്ങി, കല്ലറ തുറന്നു വന്നു. ഇന്ന് രാത്രി നിന്നെ ആത്മാവിൽ നീതീകരിപ്പാൻ അവന് കഴിയോ? ആമേൻ. എന്നാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? ശരവേഗത്തിൽ ഞാൻ 4-5 വാക്യങ്ങളെ പറഞ്ഞു പോകാം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു മനുഷ്യന്റെ നീതീകരണത്തിന് ആവശ്യമായ വിഷയം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. അതരം തുറന്നെന്ന് പറഞ്ഞ് കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. ശബ്ദമുയർത്തി എന്ന് പറഞ്ഞ് കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. നാം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തിയല്ല, നാം നീതീകരിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടാതിരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ച് അവൻ നമ്മുടെ മേൽ പകർന്ന കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടോ. കൃപ നമ്മളെ നീതീകരിക്കുക. പക്ഷേ ഈ കൃപയാലുള്ള നീതീകരണം നമ്മളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുവാൻ ദൈവം തീരുമാനമെടുത്തോ. ആ തീരുമാനം ദൈവത്തിന്റെ കൃപയാണ്. എന്നാൽ ആ തീരുമാനം പ്രാക്ടീസ് ചെയ്യപ്പെടണ്ടായോ? ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യപ്പെടണ്ടായോ? കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ നീതീകരിക്കാൻ പോവുക. കർത്താവെ, എന്തിന്റെ അടിസ്ഥാനത്തിലാ? എനിക്ക് അവനോടൊരു കൃപ തോന്നി, ഞാൻ അവനെ നീതീകരിക്കുക. അപ്പൊ ചോദിക്കുക, അവനെ നീതീകരിക്കാൻ എങ്ങനെ നീതീകരിക്കാൻ കഴിയുക? അവന്റെ കയ്യിലൊരു പ്രശ്നമാ, അവനെ നീതീകരിക്കാൻ ഒരു വിധത്തിലും പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞോ, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടോ. ദൈവപുത്രനായ യേശുവിന്റെ രക്തം നമ്മളെ നീതീകരിക്കുന്ന രക്തമാണ്. അതെ, അവരുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു ഉറവ് തുറക്കപ്പെട്ടു. ഇന്ന് രാത്രി യേശുവിന്റെ രക്തം അതെന്റെ നീതീകരണത്തിന് വേണ്ടിയുള്ളതാണ്. എന്റെ സഹോദരങ്ങളെ, ലൂക്കോസിന്റെ സുവിശേഷം 18:14 അവിടെ ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കുവാൻ പോയി. ചുങ്കക്കാരൻ ദൈവാലയത്തിലേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ച് നിലവിളിച്ചോ. അതിന്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൻ ദൈവാലയത്തിൽ പണം കൊടുത്തില്ല, അവൻ ദൈവാലയത്തിൽ കാളയെ യാഗമർപ്പിച്ചില്ല, അവൻ ദൈവാലയത്തിൽ ഉരുളിച്ച നടത്തിയില്ല, അവൻ ദൈവാലയത്തിൽ ഉരുളി കമഴ്ത്തിയില്ല, അവൻ ദൈവാലയത്തിൽ തൂക്കം നടത്തിയില്ല, അവൻ ദൈവാലയത്തിൽ നേർച്ചക്കുരുതി നടത്തിയില്ല. പകരം അവൻ ഒരു ഒറ്റ കാര്യം ചെയ്തു: പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ അവസാനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ നീതീകരിക്കപ്പെട്ടോ. എൻ്റെ സഹോദരങ്ങളെ, റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഞാൻ പറയട്ടെ. 1, ദൈവത്തിന്റെ തീരുമാനം കൃപയാണ്. ദൈവം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് യേശുവിന്റെ രക്തത്തിൽ കൂടെയാണ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തണം. പക്ഷെ താഴ്ത്തിയാൽ മാത്രം പോരാ. എങ്ങനെയാണ് ഈ നീതീകരണം നമ്മളിൽ സംഭവിക്കുന്നത്? റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മനപ്പാഠവാക്യം: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഇഫ് യു ഹാവ്
faith you can be justified. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാൻ പാപിയായ മനുഷ്യനാണ്, ഞാൻ പാപത്തിൽ ഉരുവായവനാണ്. പക്ഷെ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവത്തിൻ്റെ പുത്രനായ യേശു ഭൂമിയിൽ ജഡാവതാരം എടുത്തോ. അവൻ കാൽവറിയുടെ ഗിരിമുകളിൽ എനിക്ക് വേണ്ടി പരമയാഗമായി എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചോ. അവൻ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിനം സ്വർഗാരോഹണം ചെയ്ത് ഇന്നും പിതാവിൻ്റെ വലത്തു ഭാഗത്ത് നീതിപരായ കാര്യസ്ഥനായി എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്തമായി അവൻ എനിക്ക് വേണ്ടി ഇന്നും തൻ്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് ഇന്നും അവൻ്റെ രക്തം എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ആ വിശ്വാസത്തിനകത്ത് നിൽക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടോ. പക്ഷെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ആ വിശ്വാസത്തെ പ്രകടിപ്പിക്കണോ. എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, എൻ്റെ വിശ്വാസത്തെ ഞാൻ എന്ത് ചെയ്യണോ? ഐ ഷുഡ് മാനിഫെസ്റ്റ്. എനിക്ക് എന്തുണ്ടെങ്കിലും ഞാനത് പ്രദർശിപ്പിക്കണം. എനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ടോ, ഞാൻ ആ ആളിനെ കണ്ട ആ പരിചയം എന്ത് ചെയ്യും? ഞാൻ ആ പരിചയം പ്രദർശിപ്പിക്കുക, ഞാനൊന്ന് ചിരിക്കുക, ഞാനൊന്ന് കൈ ഉയർത്തി കാണിക്കുക. അതെന്തായിരിക്കും എന്നറിയാമോ? പ്രദർശനമായിരിക്കുക. അപ്പൊ വിശ്വാസം എങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിയുക? വിശ്വാസം പ്രദർശിപ്പിക്കണം. അതാ മർക്കോസ് 16:16 പറഞ്ഞു, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ വിശ്വാസത്തെ പ്രദർശിപ്പിക്കണം. അതെങ്ങനെ പ്രദർശിപ്പിക്കുവാൻ കഴിയുക? വിശ്വസിക്കുക, സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ യു ആർ മാനിഫെസ്റ്റിംഗ് യുവർ ഫെയ്ത്ത്. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ശ്രവിക്കുന്നവരാരെങ്കിലും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവേ എനിക്ക് തന്ന ആയുസ് ഞാൻ നിന്നെ അനുസരിക്കാ, നിന്നെ പിൻപറ്റാ, നിന്നെ അനുഗമിക്കാ. ആ തീരുമാനത്തിൽ നീ ചുവടുകൾ വെക്കുമെങ്കിൽ, ആ തീരുമാനത്തിൽ നീ കാലടികൾ വയ്ക്കുമെങ്കിൽ, ഞാൻ ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 12:37 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അവൻ ആത്മാവിൽ നീതീകരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ തൻ്റെ രക്തത്താൽ നമ്മളെ നീതീകരിക്കുന്ന ദൈവമാണ്. പക്ഷെ ഒരു കാര്യം അവിടെ അവസാനത്തിൽ പറയുകയാണ്, നിന്റെ വാക്കുകൾക്ക് അതിനൊത്തിരി ബലമുണ്ട്. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളിൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇന്ന് രാത്രി ആത്മാവ് നമ്മളെ നീതീകരിക്കുവാൻ നിൽക്കുമ്പോൾ, വിശ്വാസം നമ്മളെ നീതീകരിക്കുവാൻ നിൽക്കുമ്പോൾ, ദൈവം നൽകിയ കൽപ്പനകൾ നമ്മളെ നീതീകരിക്കുവാൻ നിൽക്കുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും വാക്കുകൾ ആ നീതീകരണത്തെ തടസ്സപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രികാലം ദൈവം എന്നെ നീതീകരിക്കുന്നവനായി എനിക്ക് വേണ്ടിയുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകും. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകും. ആത്മാവിൽ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടാകും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നിനക്ക് വേണ്ടി സ്തോത്രം, ഭൂമിയിൽ നിന്നൊരു കരമല്ല, സ്വർഗത്തിൽ നിന്നൊരു കരമത്രേ വെളിപ്പെടുവാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, മാനുഷികമായ കൈകൾ താണുപോകുമ്പോൾ ക്ഷീണിക്കാത്ത ഒരു കൈ എനിക്ക് സ്വർഗത്തിലുണ്ട്. എൻ്റെ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതുകളില്ലാതെ വരുമ്പോൾ ചെമ്മയായി തുറന്നൊരു കാതെനിക്ക് സ്വർഗത്തിലുണ്ട്. അന്ധകാരത്തിൽ ഈ കണ്ണുകളെല്ലാം മങ്ങുമ്പോൾ മങ്ങിടാത്തൊരു കണ്ണെനിക്ക് സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട്. അചരം പ്രവാർത്താനിയ, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുക. അധരം തുറന്ന് അന്യഭാഷകളിൽ സംസാരിച്ചാട്ട്. അപരാധനാചര പ്രവർത്തനിയ, ദൈവം നിനക്ക് നൽകിയ പരിശുദ്ധാത്മാവ് അത് നിന്നെ നീതീകരിക്കുന്ന ആത്മാവാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം എനിക്ക് പകർന്ന പരിശുദ്ധാത്മാവ് എന്നെ നീതീകരിക്കുന്ന ആത്മാവാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടോ, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു.
എടുക്കപ്പെട്ടോ, തേജസ്സിൽ എടുക്കപ്പെട്ടോ എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം. ദൈവഭക്തിക്കകത്തൊരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് അവൻ നിന്നെ ആത്മാവിൽ നീതീകരിക്കുക.